ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. കേൾക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ആർമി റാലി 2026 ബേസ് ചെയ്തുള്ള ജനറൽ നോളജ് ഭാഗത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസിലെ 9ാമത്തെ ക്ലാസ്സാണ്, GK ഭാഗത്തെ. ഓക്കെ, അപ്പോൾ ആ സീരീസിലെ 9ാമത്തെ ക്ലാസ്സാണ്. ഇപ്പോൾ കഴിഞ്ഞ 8 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടൊക്കെ വരണം, ചിലപ്പോൾ നിങ്ങൾക്കത് നമ്മുടെ ക്ലാസ്സുകളിൽ സഹായകമാകും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ് ആരംഭിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ, യെസ്, 1ാമത്തെ ക്വസ്റ്റ്യനാണ്. 1ാമത്തെ ക്വസ്റ്റ്യന് എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ നിങ്ങൾ? യെസ്, ഓക്കെ, എന്താണെന്ന് ഇൻ വിച്ച് ഇന്ത്യൻ സിറ്റി വാസ് ദ ഫൈനൽ ഓഫ് ICC മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 എവിടെയാണ് നടന്നതെന്ന് ആലോചിച്ചേക്കുന്നത്? ആൻസർ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സോടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം ICC വേൾഡ് കപ്പാണ്, 2023 അത് പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് 2023. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പുരുഷന്മാരുടെയാണ്, വേൾഡ് കപ്പാണ്, വൺ ഡേ ആണ് എന്ന് ഓർക്കണം. വേറൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. 4 മൾട്ടിപ്പിൾ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. 2023 എവിടെയാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഹമ്മദാബാദ് കൊടുത്തിട്ടുണ്ട്, ഇല്ലയോ? അതുപോലെ ചെന്നൈ കൊടുത്തിട്ടുണ്ട്, ഹൈദരാബാദ് കൊടുത്തിട്ടുണ്ട്, നാഗ്പൂർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആൻസർ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആൻസർ രേഖപ്പെടുത്തണം. ഗസ് ചെയ്ത് എഴുതുന്നവർക്കെല്ലാം ആൻസർ എല്ലാവർക്കും ചെയ്യാൻ, തെറ്റായാലും ശരിയായാലും. നമ്മൾ പഠിക്കാനായിട്ടായിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ആൻസർ രേഖപ്പെടുത്തിക്കുമ്പോൾ 2023 പറഞ്ഞേക്കുന്നത്, ഇല്ലയോ? അതും ICC വേൾഡ് കപ്പാണ്, ഇല്ലയോ? വേൾഡ് കപ്പാണ് ചോദിച്ചേക്കുന്നത്. അതും ആരുടെയാണ്? മെൻസാണ്, പുരുഷന്മാരുടെയാണ്. അത് എവിടെയാണ് നടന്നതെന്ന് എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? അത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നടന്നത്. നരേന്ദ്രമോദി നിങ്ങൾക്കറിയാം, ഇല്ലയോ? നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് അത് നടന്നത്. ഓക്കെ, 2023 വേൾഡ് കപ്പ്, ഇല്ലേ, പുരുഷന്മാരുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 നടന്ന സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയമാണെന്ന് പറഞ്ഞു. ഇതെവിടെയാണ്? അത് നമ്മുടെ എന്താണ്, അഹമ്മദാബാദിലാണ്. നരേന്ദ്രമോദി എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, അഹമ്മദാബാദിലാണ് അത് നടന്നത്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ, ഇല്ലയോ? ചോദ്യം എവിടെ വെച്ചാണ് നടന്നത് എന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? അഹമ്മദാബാദാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യം കൂടെ പറയുന്നു. ആൻസർ രേഖപ്പെടുത്തി ചിലർ. അവിടെ ഇന്ത്യയും അതുപോലെ ഓസ്ട്രേലിയയുമാണ് ഏറ്റുമുട്ടിയത് ഫൈനലിൽ, ഇല്ലയോ? എന്താ ഫൈനൽ എന്ന് അവിടെ ചോദിച്ചിരുന്നത്? ഓസ്ട്രേലിയയുമാണ് ഏറ്റുമുട്ടിയത്. ഓക്കെ, അതിൽ വിജയിയായ ടീം എന്ന് പറയപ്പെടുന്നത് ഓസ്ട്രേലിയ ആയിരുന്നു. ഓക്കെ, അപ്പോൾ 2023 പുരുഷന്മാരുടെ വേൾഡ് കപ്പ് ഫൈനൽ നടന്നത് എവിടെയാണെന്ന്? ഫൈനൽ നമ്മൾ പറയുന്നത് ഫൈനലാണ്. ഏതാ ഫൈനൽ? നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നടന്നത്, അഹമ്മദാബാദിലാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് ഫൈനൽ ഏറ്റുമുട്ടി. ഇന്ത്യ പരാജയപ്പെടുകയാണ്. വിജയിയായത് ആരാണെന്നർത്ഥം? അവിടെ ഓസ്ട്രേലിയയാണ് വിജയിയായത്. ഓക്കെ ആണല്ലോ? അടുത്ത നമുക്ക് നോക്കാം എന്ന് പറയപ്പെടുന്ന പുരുഷന്മാരുടെ തന്നെ ഏതാ? 2020 ആണ്. 2026 2020 ഏത് വേൾഡ് കപ്പ് ക്രിക്കറ്റാണ് പറഞ്ഞേക്കുന്നത്. 2020 ക്രിക്കറ്റിനെയാണ് പറഞ്ഞേക്കുന്നത്. അത് മെൻസാണ് പറയുന്നത്. ആരുടെയാണ്? മെൻസ്. 2020 വേൾഡ് കപ്പാണ്. ഇത് പറയുന്നതെല്ലാം വേൾഡ് കപ്പാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ വൺ ഡേയുടെ പറഞ്ഞു. അടുത്ത 2026 2020 പുരുഷന്മാരുടെ എന്ത് വേൾഡ് കപ്പ് നടന്നത്. അതും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അഹമ്മദാബാദിലാണ്. ഏതാ? അഹമ്മദാബാദിലാണ് അതും നടന്നത്. അപ്പോൾ അത് എവിടെ? അഹമ്മദാബാദ്.
അത് നരേന്ദ്രമോദി സ്റ്റേഡിയം തന്നെയാണ് എന്നർത്ഥം. പക്ഷേ അവിടുത്തെ ടീമുകൾ ആരൊക്കെയായിരുന്നു നോക്കുക, അത് ഇന്ത്യയും അതുപോലെ ആരുമായിരുന്നു, ന്യൂസിലാൻഡുമായിരുന്നു. ഏതാ? ന്യൂസിലാൻഡുമായിരുന്നു. ഇന്ത്യയും ന്യൂസിലാൻഡുമായിരുന്നു എന്ന് പറയപ്പെടുന്നത്. അതിന് വിജയമായത് ആരാണ്? ഇന്ത്യയാണ്. അപ്പോൾ 2023 എന്ത് പുരുഷന്മാരുടെ വേൾഡ് കപ്പ് നടന്നതും 2026 പുരുഷന്മാരുടെ 2020 വേൾഡ് കപ്പ് ഫൈനൽ നടന്നതും ഒരേ സ്ഥലത്ത് തന്നെയാണ്. പാർട്ടീസ് ആരൊക്കെയാണ്, ടീമുകൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ഓസ്ട്രേലിയയുമായിരുന്നു. ഇവിടെ ഇന്ത്യയും ന്യൂസിലൻഡുമായിരുന്നു. ആദ്യത്തിൻ്റെ അകത്ത് ഓസ്ട്രേലിയ ജയിച്ചപ്പോൾ രണ്ടാമത്തിൻ്റെ അകത്ത് ഇന്ത്യ ജയിച്ചു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം അടുത്ത ആരുടെയാ, വിമൺസ് നോക്കാം ഇല്ലയോ. ഇത് തന്നെയാണ് നോക്കുന്നത് നമ്മൾ, വിമൺസ്. ഓക്കെ, സ്ത്രീകളുടെ വനിതകളുടെ നോക്കുകയാണ്. വനിതകളുടെ 2023 നടന്നു. 2023 നടന്നിട്ടുണ്ട്. പക്ഷെ അത് നടന്നത് എന്താ, 2020 വേൾഡ് കപ്പാണ് നടന്നത്. ഏതാ? 2020 വേൾഡ് കപ്പാണ് നടന്നത്. ഓക്കെ, 2023 2023 അത് കേപ്പ് ടൗൺ, എവിടെയാണ് നടന്നത്? കേപ്പ് ടൗണിലാണ് അത് നടന്നത്. കേപ്പ് ടൗൺ അത് സൗത്ത് ആഫ്രിക്കയാണ്, നമുക്കറിയാം. ഏതാ? കേപ്പ് ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ടീമുകൾ ആരൊക്കെയാണ്? അത് ഓസ്ട്രേലിയയും അതുപോലെ ആരുമാണ്? സൗത്ത് ആഫ്രിക്കയുമായിരുന്നു. ജയിച്ചത് ആരാണ്? ഓസ്ട്രേലിയ ആയിരുന്നു. ഓക്കെ, അപ്പോൾ 2023 വനിതകളുടെ 2020 നടന്നത് കേപ്പ് ടൗൺ എന്ന് പറയപ്പെടുന്ന സൗത്ത് ആഫ്രിക്കയിലാണ്. അത് ടീമുകൾ ആരൊക്കെ? ഓസ്ട്രേലിയയും അതുപോലെ സൗത്ത് ആഫ്രിക്കയുമായിരുന്നു. വിജയിച്ചതാര? ഓസ്ട്രേലിയയാണ്. അപ്പോൾ 2023 പുരുഷന്മാരുടെ വേൾഡ് കപ്പിൻ്റെ വേൾഡ് കപ്പും കിട്ടിയത്, വേൾഡ് കപ്പ് വൺ ഡേ ആണ് കിട്ടിയത്. അതുപോലെ വനിതകളുടെ 2020 കിട്ടിയത് ഒരേ ടീമാണ്. ആർക്ക്? ഓസ്ട്രേലിയ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വേൾഡ് കപ്പ് നോക്കാം. അവരുടെ വൺ ഡേ ആരുടെയാ? വനിതകളുടെ. അത് 2025 നടന്നത്. ഏതാ? 2025 വനിതകളുടെയാണ് പറയുന്നത്. അത് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവി മുംബൈയിലാണ്. ഏതാ? നവി മുംബൈയിലാണ് നടന്നത്. ഓക്കെ ആണല്ലോ. അവിടെ ഏറ്റുമുട്ടിയത് ഇന്ത്യയും അതുപോലെ ആരായിരുന്നു? സൗത്ത് ആഫ്രിക്കയുമായിരുന്നു. ആരാ? സൗത്ത് ആഫ്രിക്കയുമായിരുന്നു. ഫൈനലിൽ ഏറ്റുമുട്ടിയത് ജയിച്ചതാരായിരുന്നു? ഇന്ത്യയായിരുന്നു. ഓക്കെ ആണേ. അപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 ഫൈനലുകളാണ് നമ്മൾ പറഞ്ഞത്, ഇവിടെ ഡിസ്കസ് ചെയ്തത്. ചോദ്യം ഫൈനൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യമായിരുന്നു. ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിൻ്റെ ആൻസർ പറയത്തക്ക രീതിയിൽ ഒരു വേൾഡ് കപ്പിൻ്റെ ഒന്ന് പറഞ്ഞു, ബാക്കിയും കൂടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ 4 വേൾഡ് കപ്പ് ഫൈനലുകളാണ് നമ്മൾ പറഞ്ഞത്. പുരുഷന്മാരുടെ വേൾഡ് കപ്പ് വൺ ഡേ ഇൻ്റർനാഷണൽ പറഞ്ഞായിരുന്നു വേൾഡ് കപ്പിൻ്റെ. അതാണൊക്കെ തന്നെ അവരുടെ തന്നെ 2020 വേൾഡ് കപ്പും പറഞ്ഞു, എവിടെയാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ വനിതകളുടെയും വേൾഡ് കപ്പ് 2020 പറഞ്ഞു, അതുപോലെ വൺ ഡേയും പറഞ്ഞു. ഈ 4 കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? പഠിച്ചുകൊണ്ട് പോകണം. 4 ഫൈനലുകൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോയിരിക്കണം. ഓക്കെ ആണല്ലോ. അവിടെ നിന്നൊരു ചോദ്യം കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ചോദ്യങ്ങളായിരിക്കാം അതുപോലെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രസ്തുത ചോദ്യത്തിന് ആൻസർ എന്താണ്? അഹമ്മദാബാദാണ് എന്ന് ഓർത്തിരിക്കുക. പുരുഷന്മാരുടെ 2 വേൾഡ് കപ്പുകൾ ഇപ്പോൾ നടന്നത്, അതായത് 2020 അതുപോലെ വൺ ഡേയും നടന്നേക്കുന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ് എന്ന് ഓർക്കുക. വേൾഡ് കപ്പ് വൺ ഡേ കിട്ടിയിരിക്കുന്നത് ഓസ്ട്രേലിയക്കാണെങ്കിൽ 2020 കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്കാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ആണെങ്കിൽ തിരിച്ചാണ്. ഏതാ? വൺ ഡേ കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്കാണെങ്കിൽ 2020 കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? ഓസ്ട്രേലിയക്കാണ്. മനസ്സിലായാലും എത്രയും കാര്യം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹൂ എമംഗ് ദി ഫോളോയിങ് ഈസ് ദ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് അല്ലെങ്കിൽ ഹോം അഫയേഴ്സ് ഇൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? എൻ്റെ എന്ന് മുതലൊക്കെയാണെന്ന് പറയുന്നുണ്ട് ചോദ്യത്തിനകത്ത്, ഇല്ലയോ? ഹോം അഫയേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്, മീൻസ് ആഭ്യന്തരം എന്നാണ്. ഏതാ? ആഭ്യന്തരം. ഹോം അഫയേഴ്സ് ആഭ്യന്തരം എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ജിതേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അമിത്ഷാ കൊടുത്തിട്ടുണ്ട്, അതുകണക്ക് തന്നെ വീരേന്ദ്ര കുമാർ കൊടുത്തിട്ടുണ്ട്, പീയൂഷ് ഗോയൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ എന്താണെന്ന് രേഖപ്പെടുത്താം. സമയമുണ്ട് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് നോക്കാം, മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നു. ഞാൻ ഈ ചോദ്യം ഇതിനൊക്കെ വന്നപ്പോൾ
കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ ഇങ്ങനെ കേന്ദ്ര ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് മൊത്തം എന്താണ് അവിടുത്തെ മിനിസ്റ്റർമാരെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യം കടന്നു വന്നായിരുന്നു. ഓക്കെ, അതിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നോക്കാം എന്ന്. എല്ലാം ഒന്നും പറയുന്നില്ല, ഒരെണ്ണം നമുക്ക് പറയാം. ഏത്? നമ്മുടെ എഡ്യൂക്കേഷൻ കേന്ദ്ര എന്താണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കേന്ദ്ര എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണെന്ന് പറയാം, ഇല്ലയോ? രണ്ടാമത്തെ എന്താണ്? അഗ്രികൾച്ചർ. ഇത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. അഗ്രികൾച്ചർ ആൻഡ് എന്താണ് റൂറൽ ഡെവലപ്മെൻറ്റ്, അത് ആ സ്ഥാനം വഹിക്കുന്ന മന്ത്രി ആരാണെന്ന് പറയണം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഏത്? റെയിൽവേ എന്ന് പറയപ്പെടുന്നത്. റെയിൽവേ മന്ത്രി ആരാണ്? കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? അടുത്ത നമുക്ക് നോക്കാം പെട്രോളിയം. കേന്ദ്ര പെട്രോളിയം എന്താണ് മന്ത്രി ആരാണ്? ഓക്കെ ആണല്ലോ. അതുപോലെ ഫിനാൻസ് മന്ത്രി ആരാണ്? അതാ ഫിനാൻസ് ധനകാര്യ മന്ത്രി ആരാണ്? ഓക്കെ ആണല്ലോ. അത് കണക്ക് തന്നെ ഡിഫൻസ് എന്ന് പറയപ്പെടുന്നത് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഡിഫൻസ് എന്ന് പറയപ്പെടുന്നത് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഓക്കെ ആണല്ലോ. പിന്നെ ചോദ്യത്തിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നത് ഹോം അഫയേഴ്സ് എന്ന് പറയപ്പെടുന്ന ആരാണ്? അപ്പോൾ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എഡ്യൂക്കേഷൻ എന്താണ്? ദെൻ ധർമ്മേന്ദ്ര പ്രധാൻ. ഏതാ? പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാൻ ആണ് ഏത്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ ധർമ്മേന്ദ്ര ആണ്. ഈ ചോദ്യവും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതൊക്കെ തന്നെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. കാര്യം ധർമ്മം എഡ്യൂക്കേഷനാണ് എന്താണ് ധർമ്മപ്രധാനം എന്ന് പഠിച്ചു വെക്കുക. വിദ്യാഭ്യാസം ധർമ്മപ്രധാനമാണ്, ഇല്ലയോ? അപ്പോൾ അങ്ങനെയുള്ളൊരു പേരാണ് അത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ധർമ്മപ്രധാനമാണ് എന്ന് ഓർത്താൽ ധർമ്മേന്ദ്ര പ്രധാൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഈ ചോദ്യം വന്നതാണ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇതേ ചോദ്യം വന്നതാണ്. ചോദ്യമായിട്ട് വന്നതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതല്ല, ചോദ്യമായിട്ട് വന്നതാണ്. ഓക്കെ, കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തതല്ല, ഇതുപോലെ ചോദ്യമായിട്ട് വന്നതായിരുന്നു. അഗ്രികൾച്ചർ ആൻഡ് എന്താണ് റൂറൽ ഡെവലപ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് ചോദ്യം വന്നതായിരുന്നു. ഓക്കെ ആണല്ലോ. ആരാണെന്നറിയോ? ശിവരാജ് സിംഗ്. ആരാ? ശിവരാജ്. ബാക്കി ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് ഏത്? കേന്ദ്ര കൃഷി അതണക്കിന് ഗ്രാമവികസനം എന്ന് പറഞ്ഞാൽ എന്താണ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാന്ന് ചോദിച്ചാൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയപ്പെടുന്ന വകുപ്പ് ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഓക്കെ, അടുത്ത കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണെന്ന് അറിയാമോ? കേന്ദ്ര വൈകി വരുന്ന നമുക്കറിയാം എന്താണ് ട്രെയിനുകളൊക്കെ പലപ്പോഴും വൈകിയാണ് വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണം. റെയിൽവേ എന്ന് പറയുമ്പോൾ ട്രെയിൻ ഓർക്കണം, ഇല്ലയോ? അറിയാം, ട്രെയിൻ ഓർക്കണം. അപ്പോൾ വൈകി വരുന്ന ട്രെയിനുകളാണെന്ന് ഓർക്കണം, ഇല്ലയോ? അപ്പോൾ നമുക്ക് കിട്ടും അശ്വിനി. ഏതാണ്? അശ്വിനി വൈഷ്ണവ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ, വൈഷ്ണവ്. അപ്പോൾ അതാണ് ആ വൈ എന്ന് പറയപ്പെടുന്നതാണ് ഏത്? വൈകി വരുന്ന എന്താണ് എന്ന് നമ്മൾ ഓർത്തിരിക്കും. ഓക്കെ, ഇനി അടുത്ത വന്ന് നോക്കാം. പെട്രോളിയം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ് നോക്കുന്നത്? ഹർദീപ് സിംഗ് പുരി ആണ് എന്ത് ചെയ്തേക്കുന്നത്? പെട്രോളിയം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ 4 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് എടുത്ത് ഞാൻ പറഞ്ഞത്. വിദ്യാഭ്യാസ ധർമ്മേന്ദ്ര പ്രധാനാണ്, ധർമ്മപ്രധാൻ എന്ന് നമ്മൾ പറഞ്ഞു. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാനാണെന്ന് പറഞ്ഞു. റെയിൽവേ ആരാണ്? റെയിൽവേ കൈകാര്യം ചെയ്യുന്നത് അശ്വിനി വൈഷ്ണവാണ്. ദെൻ പെട്രോളിയം ഹർദീപ് സിംഗ് പുരിയാണ് എന്ത് ചെയ്യുന്നത് കൈകാര്യം ചെയ്തത്. ഓക്കെ, ഇനി ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാ? നിർമ്മല സീതാറാമാണ്. ഇനി ഡിഫൻസ് എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം രാജ്യത്തിൻ്റെ ഡിഫൻസ് ആണ് രാജ്നാഥ് സിംഗ് ആണ്. സിംഗ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആഭ്യന്തരം എന്ന് പറയപ്പെടുന്ന ഹോം അഫയേഴ്സ് ആരാണ്? അത് അമിത്ഷാ ആണ്. അമിത്ഷാ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ കേന്ദ്ര മന്ത്രിസഭയുടെ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ഒരു ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ 2-3 ചോദ്യങ്ങൾ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് കണ്ടു. അപ്പോൾ അതെല്ലാം ചോദിച്ചിട്ടുള്ളതാണെന്ന് അർത്ഥം.
ഓക്കെ ആണല്ലോ. ഇനിയും കടന്നു വരും ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ആൻസർ പറയാൻ തയ്യാറായിട്ടിരിക്കണം. ഇപ്പോൾ ഒരാളെ ആൻസർ പറഞ്ഞോളൂ, ഏത്? അമിത്ഷാ എന്ന്. വെരി ഗുഡ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ചാനലാണ് ആൻഡ്ര ഡിഫൻസ് അക്കാഡമി ടെലഗ്രാം ചാനലാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകത ക്ലാസ്സുകൾ മീൻസ് ഇവിടുത്തെ എന്താണ് നമ്മുടെ സ്ഥാപനത്തെ പറ്റിയും അവിടെ കിടന്ന് നൽകുന്ന ക്ലാസ്സുകളെ പറ്റിയും നിങ്ങളുടെ എക്സാമുകളുടെ വിവരങ്ങളെ പറ്റിയും എന്ന് നടക്കും ഇല്ലേ, അതിൻ്റെ കട്ട് ഓഫ് മാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ചാനലിൽ അറിയാൻ കഴിയും. അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളെല്ലാം കഴിയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ PDF ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ തന്നെ ലഭ്യമാകുന്നതായിരിക്കും. ഫോളോ ചെയ്യുക. ഓക്കെ, യെസ്. അവിടെ നോക്കാം. ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് ടൈറ്റിൽഡ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്, വീണ്ടും പറയുന്നു കണ്ടോ. കടന്നു വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇത്. ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു എന്ന് കൊടുത്തിട്ടുണ്ട്, സുഭാഷ് ചന്ദ്രബോസ് കൊടുത്തിട്ടുണ്ട്, BR അംബേദ്കർ കൊടുത്തിട്ടുണ്ട്. ആൻസർ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആരെന്ന് പറഞ്ഞത് MA ആസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്ന വ്യക്തി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആരെന്ന് പറയപ്പെടുന്നത് MA ആസാദ്, ഇല്ലയോ? ഇദ്ദേഹമാണ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ UGC ഉദ്ഘാടനം ചെയ്യപ്പെട്ട വ്യക്തി എന്ന് പറയപ്പെടുന്ന ആരാണ്? MA ആസാദാണ്. ഓക്കെ, അതാണക്കിൻ്റെ ക്വിറ്റ് ഇന്ത്യ സമര സമയത്തെ INCയുടെ പ്രസിഡൻ്റ് ആയിരുന്നു ആര്? MA ആസാദ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? MA ആസാദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ആത്മകഥയുടെ പേരാണ് MA ആസാദിൻ്റെയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയപ്പെടുന്നത്. ഏതാ? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയപ്പെടുന്നത് ആരുടെ ആത്മകഥയാണ്? MA ആസാദിൻ്റെ ആത്മകഥയാണ്. ഓക്കെ ആണല്ലോ, യെസ്. അടുത്ത് നമുക്ക് നോക്കാം എന്ന് പറയപ്പെടുന്ന APJ എന്ന് പറയപ്പെടുന്നത് ഏതാ? ദെൻ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ആരാ? APJ അബ്ദുൽ കലാം എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ എന്ന് പറയപ്പെടുന്നത്. വിങ്സ് ഓഫ് ഫയർ എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ 2 പേരുടെ ഞാൻ പറഞ്ഞു ഇല്ലയോ? അതാണൊക്കെ തന്നെ എന്താണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഏത്? ടുവേഡ് എന്താണ് ഫ്രീഡം എന്ന് പറയപ്പെടുന്നത് എന്താണ്? നെഹ്റുവിൻ്റെതാണ്. ഏതാ? നെഹ്റുവിൻ്റെ ആത്മകഥയാണ് ടുവേഡ് എന്ന് പറയപ്പെടുന്നത്. ഏതാ? അത്. അടുത്ത സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ ആത്മകഥയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന് പറയുന്നത്. അതാ ആൻ ഇന്ത്യൻ പിൽഗ്രിം. ഏതാ? പിൽഗ്രിം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ MA ആസാദിൻ്റെ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നതാണ് ആത്മകഥ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. MA ആസാദിൻ്റെ ആത്മകഥ എന്താണ്? ഇന്ത്യ വിൻസ് ഫ്രീഡമാണ്. APJ അബ്ദുൽ കലാമിൻ്റെയും അതുപോലെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നത് വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞു. നെഹ്റുവിൻ്റെ ആണ് ടുവേഡ് ഫ്രീഡം എന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മകഥയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്നത്. ഏതാ? ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്നത്. ഓക്കെ, നമുക്ക് വേറൊരാൾ നോക്കാം. പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ആര്? നെൽസൺ മണ്ടേല എന്ന് പറയപ്പെടുന്ന മണ്ടേല. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്താണെന്നറിയാം? നെൽസൺ മണ്ടേല എന്ന് പറയുന്നത് ലോങ് വാക്ക് ടു ഫ്രീഡം എന്നാണ്. ഏതാ? ലോങ് വാക്ക് ടു ഫ്രീഡം, ഇല്ലയോ? ലോങ് വാക്ക് ടു ഫ്രീഡം എന്നാണ് ആരുടെ? നെൽസൺ മണ്ടേലയുടെ ആത്മകഥ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആരുടെ ആത്മകഥയാണ് സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് പറയപ്പെടുന്നത്? ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് ഏത്? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് പറഞ്ഞത്. ബാക്കി 3-4 പേരുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുടെയാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ ആത്മകഥ ഇല്ലാത്തവരല്ല, അവരുടെയൊക്കെ ആത്മകഥകളുണ്ട്. നമുക്കത് മാത്രം നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ MA ആസാദിൻ്റെ എന്തുവാ? ഇന്ത്യ വിൻസ് ഫ്രീഡം. APJയുടെ എന്തുവാ? വിങ്സ് ഓഫ് ഫയർ. നെഹ്റുവിൻ്റെ ടുവേഡ് ഫ്രീഡം. ബോസിൻ്റെ ആൻ ഇന്ത്യൻ പിൽഗ്രിം. നെൽസൺ മണ്ടേലയുടെ ലോങ് വാക്ക് ടു ഫ്രീഡം എന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ആൻസർ പലരും അവിടെ രേഖപ്പെടുന്നുണ്ട്. ബാക്കി നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക? ആൻസർ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക.
ഓക്കെ, നിങ്ങൾക്കിത് കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് 1, 2, 4 ചോയ്സിനകത്ത് 2 എണ്ണം, ചില ചോദ്യത്തിൻ്റെ അകത്ത് 2 എണ്ണം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ പിന്നെ 2 എണ്ണത്തിന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ചിലപ്പോൾ 3 എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. ചോദ്യവും ഓപ്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിനക്ക് ഉത്തരത്തിലെത്തിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത മുംബൈ ഹൈ ഈസ് എ ഓർ ആൻ ഫീൽഡ്. മുംബൈ ഹൈ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം. മുംബൈ ഹൈ, ഓക്കെ, മുംബൈ ഹൈ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഇവിടെ എന്താണ് ചോയ്സ് കൊടുത്തിട്ടുണ്ട്, കോൾ കൊടുത്തിട്ടുണ്ട്, മാംഗനീസ് കൊടുത്തിട്ടുണ്ട്, ഗോൾഡ് കൊടുത്തിട്ടുണ്ട്, ഓയിൽ. അപ്പോൾ ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ക്ലൂകളൊക്കെ നിങ്ങൾ പറയുന്നു. ഓക്കെ, നോക്കാം. ജാംനഗർ എന്ന് പറയപ്പെടുന്നത് ഏതാ? ജാംനഗർ. ജാംനഗർ. അടുത്ത ഒരെണ്ണമാണ് ഏത്? കൊയാലി എന്ന് പറയപ്പെടുന്നത്. കൊയാലി. ഇത് രണ്ടും എവിടെയാണ്? ഗുജറാത്തിലെ സ്ഥലങ്ങളാണ്. ഏതൊക്കെയാ പറഞ്ഞേക്കുന്നത്? ജാംനഗർ പറഞ്ഞു, അതേ കണക്ക് തന്നെ കൊയാലി പറഞ്ഞു. ഇത് രണ്ടും എവിടെയാണ്? ഗുജറാത്തിലാണ്. ഈ 2 സ്ഥലങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഓപ്ഷനിലേക്ക് എത്തി ഉത്തരം പറയാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ, അതില്ലെങ്കിൽ അടുത്തതിലേക്ക് ഞാൻ പോകുന്നു. ഏതാ? അടുത്താണ് ഹാൽഡിയ എന്ന് പറയപ്പെടുന്നത്. ഏതാ? ഹാൽഡിയ. അത് വെസ്റ്റ് ബംഗാളിലാണ്. എന്താ? വെസ്റ്റ് ബംഗാളിലാണ്. ഹാൽഡിയ എന്ന് പറയപ്പെടുന്നത് എന്താണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത വേറൊന്ന് നോക്കാം. ബറൗണി എന്ന് പറയപ്പെടുന്നത് അത് എവിടെയാണ്? ബീഹാറിലാണ്. എവിടെയാണ്? ബീഹാറിലാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കണം. ജാംനഗർ പറഞ്ഞു, കൊയാലി പറഞ്ഞു, ഹാൽഡിയ പറഞ്ഞു, അത് കണക്ക് തന്നെ ബറൗണി പറയുകയും ചെയ്തു. എന്താണ്? ബറൗണി. ബറൗണി. ഓക്കെ ആണല്ലോ, പറഞ്ഞു. അടുത്ത നമുക്ക് നോക്കാം എന്ന് പറയപ്പെടുന്നത് ബറൗണി കഴിഞ്ഞു ബീഹാറിൽ, ഹാൽഡിയ. യെസ്, ദിഗ്ബോയ് എന്ന് പറയപ്പെടുന്നത് ഏതാ? ദിഗ്ബോയ്. ഏതാ? ദിഗ്ബോയ്. ദിഗ്ബോയും കൂടെ കിട്ടുമ്പോഴത്തേക്ക് അത് പറയാൻ പറ്റും. ദിഗ്ബോയ് അതെവിടെയാണ്? ആസാമിലാണ്. എവിടെയാണ്? ആസാമിലാണ്. പിടികിട്ടിയോ? ചോദ്യത്തിലേക്ക് വന്നാൽ ഈ സ്ഥലങ്ങളുമായി ബന്ധപ്പെടുത്തിയാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ജാംനഗർ, കൊയാലി, ഹാൽഡിയ, ബറൗണി, ദിഗ്ബോയ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാം എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓയിൽ റിഫൈനറീസ് ആണ്. ഏതാ? ഓയിൽ റിഫൈനറീസ് ആണ് എന്ന് പറയപ്പെടുന്നത് ഇത്രയും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എന്താണ്? എണ്ണ ശുദ്ധീകരണ ശാലകളാണ് ഏതെന്ന് പറയപ്പെടുന്നത് ഇതെല്ലാം. ഓക്കെ ആണല്ലോ. അതിൽ ജാംനഗർ, കൊയാലി എന്നത് ഗുജറാത്തിലെ എണ്ണ ശുദ്ധീകരണ ശാലകളാണ്. ഹാൽഡിയ കേൾക്കുമ്പോൾ നമുക്കറിയാം വെസ്റ്റ് ബംഗാളാണ്, അതും എണ്ണ ശുദ്ധീകരണ ശാലയാണ്. ബറൗണി എണ്ണ ശുദ്ധീകരണശാല എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലാണ്. ഓക്കെ, അതുപോലെ ആസാം എന്ന് പറയപ്പെടുന്ന ആസാമിലാണ് ദിഗ്ബോയ്, അതും എണ്ണ ശുദ്ധീകരണശാലയാണ്. ഇതിൻ്റെ പ്രത്യേകത 2 എണ്ണം ഇവിടെ നമുക്ക് എടുക്കാം. ആസാം എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് ഓയിൽ റിഫൈനറിയാണ് എന്ന് പറയപ്പെടുന്നത് ദിഗ്ബോയ്. എന്നാൽ വലുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാർജസ്റ്റ് എന്ന് പറയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ജാംനഗറാണ്. ഏതാ? ജാംനഗറാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓയിലുമായി ബന്ധപ്പെട്ടതാണ് ഇത്. ഇത്രയും ഓയിൽ റിഫൈനറീസ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മുംബൈ ഹൈ എന്ന് പറയപ്പെടുന്നത് ഓയിൽ റിഫൈനറി അല്ല, പക്ഷേ ഓയിലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആൻസർ ഓയിലാണ്. അത് ഓയിൽ ഫീൽഡാണ് എന്ന് പറയപ്പെടുന്നത്. ഏതാ? ദെൻ ലാർജസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് ഓയിൽ ഫീൽഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഏതാ? മുംബൈ ഹൈ ആണ്. അപ്പോൾ ആൻസർ ഏതാണെന്ന് അർത്ഥം? ഓയിലുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ 4 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്ക് മനസ്സിലായല്ലോ. ഏതാ? ഓയിലുമായി ബന്ധപ്പെട്ട റിഫൈനറീസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം എന്നർത്ഥം. ക്ലിയർ ആയല്ലോ? യെസ്. അടുത്ത ശ്രദ്ധിക്കുക, നമ്മുടെ കോഴ്സിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സ് ആർമി റാലിയുടെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളുടെ ഫീച്ചേഴ്സാണ്. ഡെയിലി ക്ലാസ്സുകളുണ്ടായിരിക്കും. എല്ലാ ലൈവ് ക്ലാസ്സുകളിലും നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ലൈവ് ക്ലാസ്സുകൾക്ക് കിട്ടാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് റെക്കോർഡഡ് സെഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രിൻറ്റഡ് ഡിജിറ്റൽ ഒക്കെ ആയിരിക്കും. അതുപോലെ ഡെയിലി എന്നുണ്ടായിരിക്കും ഏതാ? പ്രാക്ടീസ് പേപ്പറുകളൊക്കെ ഉണ്ടായിരിക്കും. അത് കണക്ക് തന്നെ റിവിഷൻ ക്ലാസ്സുകളുണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കോഴ്സ് ഫീ ഒന്ന് നോക്കണം നിങ്ങൾ. ഇവിടെ
GDയുടെയും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് 2950 രൂപയാണ്. അതിനൊക്കെ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, അതിനൊക്കെ ടെക്നിക്കൽ ഉണ്ട്, പിന്നെ ഓഫീസ് അറ്റൻഡ് അതുകൊണ്ട് അസിസ്റ്റൻ്റ് ഉണ്ട്, അത് 4720 രൂപയുമാണ്. മറ്റേതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇത് മാറ്റോ അല്ലാതെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറുകൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ അറിയാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആസ് പെർ സെൻസസ് 2011? അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ് 2011 സെൻസസുമായി ബന്ധപ്പെട്ട മിക്ക കാര്യങ്ങളും എന്ത് ചെയ്യണം, പഠിക്കേണ്ടതാണ്. ഓക്കെ, 2011 സെൻസസുമായി ബന്ധപ്പെട്ടത് മിക്ക നമ്മൾ ക്ലാസ്സുകളിലും ഈ സെൻസസ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻ ഇന്ത്യ 2011. ഗോവ കൊടുത്തിട്ടുണ്ട്, തമിഴ്നാട് കൊടുത്തിട്ടുണ്ട്, കർണാടകവും കേരളവും കൊടുത്തിട്ടുണ്ട്. ആൻസർ രേഖപ്പെടുത്താം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതാ ലിറ്ററേറ്റ് നോക്കുമ്പോൾ, ലിറ്ററസി നോക്കുമ്പോൾ, ഇല്ലേ, സാക്ഷരത നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്നത് കേരളമാണ്. ആൻസർ ഏതാണെന്നർത്ഥം കേരളമാണ്. അതുപോലെ ഏറ്റവും കുറവ് എന്ന് പറയപ്പെടുന്നത് ഇല്ലയോ, അത് ബീഹാർ ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ലിറ്ററസിയുടെ കാര്യം 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സ്റ്റേറ്റ് ഏതാ, കേരളമാണ്. കുറവ് ഏതാണ്, ബീഹാറാണ്. ഇനി നമുക്ക് 2011 പോപ്പുലേഷൻ നോക്കാം, ഇല്ലയോ. പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലുള്ളത് ഉത്തർപ്രദേശാണ്, കുറവുള്ളത് സിക്കിമാണ്. കുറവുള്ളത് ഏതാണ്, സിക്കിമാണെന്ന് ഓർക്കണം. ഓക്കെ, പോപ്പുലേഷനാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്ന് പറയപ്പെടുന്നത് സെക്സ് റേഷ്യോ എത്രയാണെന്ന് നോക്കാം. സെക്സ് റേഷ്യോ എന്നത് എത്രയാണ്, അത് കൂടുതലുള്ളത് കേരളമാണ്. സെക്സ് റേഷ്യോയിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന് പറയപ്പെടുന്നത് കേരളമാണ്. കുറവ് എന്ന് പറയപ്പെടുന്നത് ഹരിയാനയുമാണ്. ഹരിയാന. ഇനി ഒന്നുകൂടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ചൈൽഡ് എന്താണ്, സെക്സ് റേഷ്യോ എത്രയാണ്, അത് കൂടുതലുള്ളത് എന്ന് പറയപ്പെടുന്നത് ചൈൽഡ് സെക്സ് റേഷ്യോ അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശാണ്. കുറവ് ഹരിയാന തന്നെയാണ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇത് 4 പരീക്ഷയ്ക്ക് മാറി മാറി ചോദിച്ചേക്കുന്നു. അപ്പോൾ ഇത് ഇത്രയും കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ 2011 സെൻസ്, ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇത് എത്രയാണെന്ന ശതമാന കണക്കുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുമൊക്കെ ചേർത്ത് 2011 എന്ന് പറയപ്പെടുന്ന സെൻസസ് കൃത്യമായിട്ടും ആ ശതമാന കണക്കുകളോടൊക്കെ ചേർത്ത് പഠിച്ചെടുത്ത് വെച്ചിരിക്കുക. ഒരു ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് ഏതെന്ന് പറഞ്ഞത്, സെൻസസ് 2011. ഓക്കെ ആണല്ലോ, യെസ്. ആൻസർ കേരളമാണ് ഏതെന്ന് പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം. ഓക്കെ, യെസ്. ഇനി അടുത്ത നമുക്ക് നോക്കാം, 6ാമത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ചോദ്യം ശ്രദ്ധിച്ച് കാണും, വായിച്ചിട്ടുള്ളവർ ആൻസറും രേഖപ്പെടുത്തി കാണുമായിരിക്കും, ഇല്ലയോ. നോക്കാം. ആസാദ് ഹിന്ദ് ഫൗജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സുഭാഷ് ചന്ദ്രബോസ് ഇൻ വിച്ച് കൺട്രി എന്നാണ് ചോദിച്ചത്. ആൻസർ ഇന്ത്യ, പാകിസ്ഥാൻ, ജർമ്മനി, സിംഗപ്പൂർ. ഏത് രാജ്യത്താണ് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയപ്പെടുന്ന ആ സംഘടന രൂപീകരിച്ചത് ആരാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലയോ. സുഭാഷ് ചന്ദ്ര. ഡീറ്റെയിലൊക്കെ നമുക്ക് പറയാം. ഇന്ത്യ ആണോ, പാകിസ്ഥാനാണോ, ജർമ്മനിയാണോ, സിംഗപ്പൂർ? ഇതിനകത്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തെടുക്കാവുന്ന കാരണമുണ്ട്, ഇല്ലയോ. ചില രാജ്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്താൽ അവിടെ അങ്ങ് വെച്ച് എന്തായാലും രൂപീകരിക്കാൻ പോകുന്നില്ലെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ എവിടേക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നർത്ഥം. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സുഭാഷ് ചന്ദ്രബോസ് നമുക്കറിയാം 1897 അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയപ്പെടുന്നത്, ഇല്ലയോ. എന്നാൽ 1897 എന്നാൽ ജനുവരി നിങ്ങൾക്കറിയാം 23 സുഭാഷ് ചന്ദ്രബോസിൻ്റെ. ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാം. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം എന്ന് പറയപ്പെടുന്നത് ജനുവരി 21, 1897. ഈ ജനുവരി 23 ഒരു ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. അതും പരീക്ഷയ്ക്ക് കടന്നു വരുന്നതാണ്. പരാക്രം ദിവസ് ആയിട്ട് ആചരിക്കുന്നതാണ്. ആരുടെ ജന്മദിനമാണെന്ന് ചോദിക്കാം, എന്നാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡേറ്റ് തന്നിട്ട് എന്തായിട്ട് ആചരിക്കുന്നു എന്നും ചോദിക്കാം, ഇല്ലയോ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് പറയാം എന്തെന്ന് പറയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നടക്കാം. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് പദവിയിലേക്ക് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് വരുന്നു 1938 ഹരിപുര സെഷൻ എന്ന് പറയപ്പെടുന്നത് ഓഫ് INC.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് എത്തുന്നത് 1938 ഹരിപുര എന്ന സമ്മേളനത്തിലാണ്. ഓക്കെ, തൊട്ടടുത്ത വർഷം 1939 ഈ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് സുഭാഷ് ചന്ദ്രബോസ് പട്ടാഭി സീതാരാമയ്യ, ഗാന്ധിജി കൊണ്ട് നിർത്തിയ ഒരു പ്രതിനിധിയാണ്, ഇല്ല കാൻഡിഡേറ്റാണ്. ആ ഗാന്ധിജി കൊണ്ട് നിർത്തിയ കാൻഡിഡേറ്റായ പട്ടാഭി സീതാരാമയ്യ, ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് INC, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് 1939 ത്രിപുരി എന്ന് പറയപ്പെടുന്ന സെഷനിലും എന്ത് ചെയ്തു, പ്രസിഡൻ്റായിട്ട് വരികയുണ്ടായി INCയുടെ. പക്ഷേ ഗാന്ധിജിയുമായിട്ട് പിണങ്ങിക്കൊണ്ട് ആശയപരമായി പൊരുത്തപ്പെടാത്തതിൻ്റെ പേരിൽ 39 തന്നെ അദ്ദേഹം കോൺഗ്രസിൽ നിന്നും റിസൈൻ ചെയ്തത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിൽ നിന്നും റിസൈൻഡ് ഫ്രം എന്താണ് INC നിന്ന് അദ്ദേഹം റിസൈൻ ചെയ്തു. അതേ വർഷം തന്നെ അദ്ദേഹം പുതിയൊരു പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു, ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ 1942 ഏത് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയപ്പെടുന്ന രൂപീകരിക്കുന്നത്. ഇത് രൂപീകരിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മോഹൻ സിംഗ് ആണ് രൂപീകരിച്ചത്. അപ്പോൾ ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ആരാണ്, മോഹൻ സിംഗ് ആണ്. ഈ മോഹൻ സിംഗിൽ നിന്നാണ് ഇതിൻ്റെ നേതൃത്വം ആരേറ്റെടുക്കുന്നത്, ക്വസ്റ്റ്യൻ റേഞ്ചിലൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, കാര്യം ഇതെല്ലാം നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ സിലബസ് ഉൾപ്പെടുന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എന്ന് പറയപ്പെടുന്നത് നിങ്ങൾക്കറിയാം. ഓരോ ക്വസ്റ്റ്യനും ഒന്ന് മിനറൽസ് ആൻഡ് സോയിൽസ് എന്ന് പറയപ്പെടുന്നതായിരിക്കും, ഒന്ന് സ്പോർട്സ് എന്ന് പറയപ്പെടുന്ന മേഖലയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് എക്സാമിൻ്റെ അകത്ത് സിലബസിൻ്റെ അകത്ത് ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സിലബസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് സോർട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ GK എന്ന് പറഞ്ഞ ഭാഗം എടുക്കാൻ ആളുണ്ടാവും, അതുപോലെ സയൻസ് വിഷയങ്ങൾ എടുക്കാൻ ആളുണ്ടാവും. അവരെല്ലാം അവരവരുടെ ക്വസ്റ്റ്യങ്ങളാണ് ക്വസ്റ്റ്യൻസാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ടഫാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതേ കണക്ക് നമ്മുടെ മുന്നിലുള്ളതാണ് നമുക്ക് മാതൃക എന്ന് പറയപ്പെടുന്ന നമ്മുടെ മുന്നിലുള്ള പരീക്ഷകളാണ്. വരാൻ പോകുന്ന പരീക്ഷകളെയല്ല, നമ്മൾ മുന്നിലുള്ള പരീക്ഷകളെ വെച്ചുകൊണ്ടാണ് വരാൻ പോകുന്ന പരീക്ഷകളെ നമ്മൾ അസസ് ചെയ്യുന്നത്. നമുക്ക് അല്ലാതെ വേറെ മാർഗ്ഗങ്ങളില്ലല്ലോ. ഇന്നത് ചോദിക്കുമെന്നോ എളുപ്പമാകുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ എളുപ്പമാകും, ഇല്ലയോ? ടഫാകുന്നത് ചോദിച്ച ചോദ്യം നമുക്ക് അറിയത്തില്ല എന്നതുകൊണ്ടായിരിക്കും ടഫാകുന്നത്. ചോദ്യം അറിയാവുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് എളുപ്പമാകും. അപ്പോൾ ആ സിലബസുമായി ബന്ധപ്പെട്ട് എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ സ്വീകരിക്കുന്നു. ക്ലാസ്സുകൾ കൊടുക്കുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, എക്സാമുകൾ നടത്തുന്നു. ഇതിൻ്റെ എല്ലാം ആകെത്തുകയാണ് നമുക്ക് കിട്ടാനുള്ള മാർക്ക്. അപ്പോൾ നിങ്ങൾ ആ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായല്ലോ. അപ്പോൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ആ ടോപ്പിക്ക് എന്ത് ചെയ്യുക, ആഴത്തിൽ പഠിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ചിലപ്പോൾ 1-2 ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച ടോപ്പിക്കാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് അത്രയും കൂടെ ആഴത്തിൽ ചോദിച്ചെന്നർത്ഥം. ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം, 1-2 ചോദ്യങ്ങളെ. ഏത് ചോദ്യങ്ങൾ അങ്ങനെ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പറയാൻ പറ്റുന്ന ഫാക്റ്റുകളെല്ലാം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നു. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് അല്ലാതുള്ള ക്ലാസ്സുകളിൽ കിട്ടുന്നതായിരിക്കും. അതായത് ടോപ്പിക്ക് വൈസുള്ള ക്ലാസ്സുകളിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയപ്പെടുന്നത് അത് 1942 രൂപീകരിച്ചത്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, ചോദ്യത്തിൻ്റെ അകത്ത് വർഷം പറഞ്ഞിട്ടില്ല. ഓക്കെ, 1942 എന്ത് ചോദിച്ചിരിക്കുന്നത്, ഈ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്. അത് യഥാർത്ഥത്തിൽ മോഹൻ സിംഗ് ആണ് രൂപീകരിച്ചത്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിലായിട്ട് പോവുകയാണെങ്കിൽ മോഹൻ സിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷനും അവിടെ ഉണ്ടാകും, സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയപ്പെടുന്നൊരു ഓപ്ഷനും അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ആൻസർ എഴുതേണ്ടത്? മോഹൻ സിംഗ് ആണ് ആൻസറിലേക്ക് എത്തുന്നത്. പക്ഷേ അത്ര ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിലല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഇപ്പോൾ അവിടെ ചോദിച്ചേക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞ സ്ഥലവും ചോദിച്ചേക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസാണ് ചോദ്യത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസാണ് അത് സ്ഥാപിച്ചെന്ന് പറഞ്ഞത്.
അപ്പോൾ അത്തരത്തിലുള്ള ആഴത്തിൽ വരെ ക്വസ്റ്റ്യൻ എത്തിയിട്ടുള്ളൂ. ചിലപ്പോൾ ഇത് ആരാണ് ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിച്ചത്, ഓപ്ഷൻ്റെ അകത്ത് ബാക്കിയുള്ള ചിലപ്പോൾ ചോദിക്കുന്നത് ഭഗത് സിംഗ് ആയിരിക്കും, ചിലപ്പോൾ എന്താണ് സുഭാഷ് ചന്ദ്രബോസ് ആയിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും നേതാക്കന്മാരുടെ കാണും. പക്ഷേ ഓപ്ഷൻ്റെ അകത്ത് ആരില്ല, ദെൻ മോഹൻ സിംഗ് ഇല്ലെങ്കിൽ ആ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിലുള്ള ആ ആഴം എന്ന് പറയപ്പെടുന്നത് എവിടെ മാത്രം വന്ന് നിൽക്കുകയാണ്, സുഭാഷ് ചന്ദ്രബോസിൽ. അവർക്കറിയാൻ അതിൻ്റെ അപ്പുറത്തുള്ള ഫാക്റ്റ് ഉണ്ട്, പക്ഷേ നിങ്ങളെ അവിടം വരെ എത്തിക്കുന്നതേ ഉള്ള ആ ചോദ്യം. അതിനപ്പുറത്തേക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, മൾട്ടിപ്പിൾ ചോയ്സ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആൻസറിലേക്ക് എങ്ങനെ എത്തിച്ചേരണം, ദാണ്ടെ മോഹൻ സിംഗിലേക്ക് എത്തിച്ചേരണം. അതുകൊണ്ടാണ് അതും ചേർത്ത് പറഞ്ഞത്. ഓക്കെ, ഇനി 1943 1943 എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ നേതൃത്വം ആരേറ്റെടുക്കുന്നത്, സുഭാഷ് ചന്ദ്രബോസ് ടുക്ക് ദ ലീഡർഷിപ്പ് ഓഫ് ആസാദ് ഹിന്ദ് ഫൗജ്, ഇല്ലയോ? അപ്പോഴാണ് ആ പ്രസ്ഥാനത്തിൻ്റെ സംഘടനയുടെ പേരിൽ മാറ്റമുണ്ടാകുന്നത്. എന്തായി മാറുന്നത്, INA എന്നായി മാറുന്നത്, ഇന്ത്യൻ നാഷണൽ ആർമി എന്നായി മാറുന്നത് സുഭാഷ് ചന്ദ്രബോസ് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമാണ്. അത് 1943 ഓക്കെ ആണല്ലോ. അപ്പോൾ ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ 1942 കാണണമെന്നില്ല ചോയ്സിനകത്ത്. ചിലപ്പോൾ 40 കാണുമായിരിക്കും, 43 കാണുമായിരിക്കും, 45 കാണുമായിരിക്കും, 47 കാണുമായിരിക്കും. യഥാർത്ഥത്തിൽ അത് രൂപീകരിച്ചത് 42 പക്ഷേ അതിൻ്റെ പേര് INA എന്നാകുന്നത് 43 സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തതിന് ശേഷമാണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതൊക്കെയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇത് രൂപീകരിച്ചത് എവിടെയാണ്, സിംഗപ്പൂരിലാണ് എന്ത് ചെയ്യുന്നത്, ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിച്ചതെന്നോ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചതോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണെന്നർത്ഥം, ദെൻ സിംഗപ്പൂരിലാണ് എന്ത് ചെയ്തേക്കുന്നത്, അത് രൂപീകരിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 2 പ്രധാനപ്പെട്ട സ്ലോഗൻസ് ഉണ്ട്. ഒന്നെന്ന് പറയപ്പെടുന്നത് ദില്ലി ചലോ എന്ന് പറയപ്പെടുന്നത്. ദില്ലി ചലോ എന്ന് പറയപ്പെടുന്ന ഒരു സ്ലോഗൻ, ഇല്ലയോ? ഗീവ് മീ ബ്ലഡ്, എനിക്ക് രക്തം തരൂ, ആൻഡ് ഐ ഷാൽ അല്ലെങ്കിൽ ഐ വിൽ എന്ന് പറയപ്പെടുന്നത് ഐ വിൽ ഗീവ് യുവർ ഫ്രീഡം, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസാണ് അത് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് അല്ലെങ്കിൽ മോഹൻ സിംഗ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ആസാദ് ഹിന്ദ് ഫൗജ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂരിലാണ്. അപ്പോൾ പറഞ്ഞ ഫാക്റ്റുകൾ ഓർത്തിരിക്കുക. 2 പേര് ആസാദ് ഹിന്ദ് ഫൗജ്, ഇന്ത്യൻ നാഷണൽ ആർമി. അതുപോലെ 2 വ്യക്തികളുടെ പേര് മോഹൻ സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്. അതുപോലെ 2 വർഷം 42, 43. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 7ാമത്തെ ചോദ്യമാണ്. ഹൂ എമംഗ് ദ ഫോളോയിങ്. 6ാമത്തെ ചോദ്യം കഴിഞ്ഞു, എല്ലാം മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഓക്കെ, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ഹോണേഡ് അറ്റ് ദ സ്പോർട്സ് സ്റ്റാർ ഏസ് അവാർഡ് 2024 ദ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ടീം സ്പോർട്സ് എന്ന് കൊടുത്തിട്ടൊക്കെയാണ് അവാർഡ്. ഓക്കെ, ഈ അവാർഡ് ലഭിച്ചത് ആരാണ്, ഇല്ലയോ? ഏസസ് അവാർഡ് എന്നാണ് അവാർഡിൻ്റെ പേര്. അത് ആർക്കാണ് കിട്ടിയെന്ന് മാത്രം പറയുന്നു. ആർക്കാണ്, മുഹമ്മദ് ഷമിക്കാണ് കിട്ടിയത്. മുഹമ്മദ് ഷമി നമുക്കറിയാം, വേൾഡ് കപ്പ് ക്രിക്കറ്റൊക്കെ നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ വ്യക്തിയൊക്കെ ആരെന്ന് പറയപ്പെടുന്ന മുഹമ്മദ് ഷാമി എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിനാണ് 2024 ആ അവാർഡ് കിട്ടിയിരിക്കുന്നത്. മുഹമ്മദ് ഷമിക്കാണ്. ഓർത്തിരുന്നോണം, ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ അത് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത, ഹൗ മെനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ചോദ്യം വന്നപ്പോൾ മനസ്സിലായി കാണും. ചോദ്യം ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്, സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടതാണ്, ഏത് ടോപ്പിക്കാണ്. പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടതാണ്, അത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഭാഗത്തതാണ്. ഹൗ മെനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ദെയർ ആസ് പെർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഭരണഘടന എത്ര മൗലിക ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ മൗലിക ചുമതലകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 12, 11, 14, 7 എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു. നിങ്ങൾ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്.
ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയപ്പെടുന്നത് ഭരണഘടന വരുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഇല്ലാതിരുന്നതാണ്. പിന്നീട് ഭരണഘടനയിൽ എഴുതി ചേർത്തതാണ് ഏതെന്ന് പറയപ്പെടുന്നത് ഏതാ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഭരണഘടനയിലെ കാണിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയപ്പെടുന്നത് ഏതാ? ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദെൻ 51A മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മെൻഷൻ ചെയ്തത്. അത് തന്നെ ഭരണഘടന പാർട്ട് ചോദിക്കുകയാണെങ്കിൽ 4A അത് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. 3 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഇല്ലയോ, 4 ഡിറക്റ്റീവ് പ്രിൻസിപ്പിളാണ്, 4A എന്ന് പറയപ്പെടുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണെന്ന് ഓർക്കുക. ഇത് നമ്മൾ കടം കൊണ്ടത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നമ്മൾ കടം കൊണ്ടത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USSRൽ നിന്നും ആണ് നമ്മൾ എന്ത് ചെയ്തത്? അത് ബോറോ ചെയ്തിരിക്കുന്നത്. ബോറോവ്ഡ് എവിടെ നിന്നാണ്? USSRൻ്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മളത് കടം കൊണ്ട് എവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? നമ്മുടെ ഭരണഘടനയിൽ ഏതിൻ്റെ അകത്ത് 51A എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിൾ ഉൾപ്പെടുത്തി പാർട്ട് 4A ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഇത് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ മൗലിക കടമകൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എന്താണ് റെക്കമെൻഡഡ് എന്താണ് കമ്മിറ്റി എന്ന് പറയപ്പെടുന്നത്? റെക്കമെൻഡഡ് കമ്മിറ്റി എന്ന് പറയപ്പെടുന്നത് സ്വരൺ സിംഗ് എന്താണ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് എന്താ കമ്മിറ്റിയാണ്. ഏത്? ഭരണഘടനയിൽ മൗലിക കടമകളും പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ വിച്ച് കമ്മിറ്റി റിലേറ്റഡ് ടു ദെൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് ഈ സാധനം നമ്മുടെ ഭരണഘടന. അപ്പോൾ ഭരണഘടന ഇല്ലാത്ത സാധനം ഭരണഘടനയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഭരണഘടന ഒന്ന് ചേഞ്ച് വരുത്തണം, ഭേദഗതി വരുത്തണം. അപ്പോൾ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 1976 42ാമത് ഇല്ലയോ, 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റാണ് എന്ന് പറയപ്പെടുന്നത്. അത് കൊണ്ടുവന്നത് ഇല്ലയോ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റാണ്. വർഷം 1976. അന്ന് എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൊണ്ടുവന്നു? അന്ന് 10 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. എത്ര എണ്ണമാണ്? 10 എണ്ണമാണ് ആഡ് ചെയ്തത് നമ്മുടെ ഭരണഘടനയിൽ. ഓക്കെ ആണല്ലോ. പിന്നീട് 2002 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം ആണ് 11ാമത്തെ കൂട്ടിച്ചേർത്തത്. ആ 11ാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തെ പറ്റി പറയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഭരണഘടനയിൽ എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആണ്? 2ാമത്തെ ഓപ്ഷനായി 11 ആണ്. ഓക്കെ ആണല്ലോ ഇല്ലയോ? ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്, അത് പലരും വിശേഷിപ്പിച്ചുകൊണ്ട്, ചിലർ ആമുഖത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ് വിശേഷിപ്പിച്ചത്. അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ 8 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ആൻസർ എത്ര? 11 മൗലിക കടമകളാണ് എന്ത് ചെയ്തത് ഉള്ളത്. ഓക്കെ, യെസ്. അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് ദ രക്ഷാ മന്ത്രി ഓർ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ്? ഓക്കെ, മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ഓഫ് എന്താണ് ഇന്ത്യ? പറയേണ്ട കാര്യമില്ല. നമ്മൾ ഇതുപോലൊരു ചോദ്യം കടന്നു വന്നപ്പോൾ അതവിടെ ചേർത്ത് ഡിസ്കസ് ചെയ്താണ്. ആൻസർ നിങ്ങളങ്ങ് പറഞ്ഞുകൊണ്ടാൽ മതി ഇല്ലയോ? കൽരാജ് മിശ്രയാണോ, ദെൻ ഫാഗു ചൗഹാനാണോ, രാജ്നാഥ് സിംഗ് ആണോ, ഗണേശനാണോ? ആരായിരിക്കും? രാജ്നാഥ് സിംഗ് ആണ് നമ്മൾ പറഞ്ഞു. ഏതാ? ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? ഡിഫൻസ് ആരാണ്? രാജ്നാഥ്. പ്രധാനമന്ത്രി ആരാണ്? ഡിഫൻസ് ആരാണ്? ഹോം അഫെയർ ആരാണ്? എഡ്യൂക്കേഷൻ ആരാണ്? ദെൻ പെട്രോളിയം ആരാണ് ഇല്ലയോ? റെയിൽവേ ആരാണ്? ഫിനാൻസ് ആരാണ്? ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ബാക്കി നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചോണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാ? സെൻട്രൽ അല്ലെങ്കിൽ ക്യാബിനറ്റ്, കേന്ദ്ര ക്യാബിനറ്റ് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 ചോദ്യം
അപ്പോൾ എത്ര ചോദ്യമായി? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ 3-4 ചോദ്യങ്ങൾ കേന്ദ്ര ക്യാബിനറ്റിൽ നിന്നും കടന്നു വന്നിരിക്കുകയാണ്, ഇല്ലയോ? പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് നിങ്ങൾ ഓർത്തോണം. യെസ്, ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ഓണം ഫെസ്റ്റിവൽ? പറയേണ്ട കാര്യമില്ല. ഓണം ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് എന്നാണ്, സ്റ്റേറ്റ് എന്നാണ്. നിങ്ങൾ ആൻസർ രേഖപ്പെടുത്തിക്കോ. ഓണം ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. എന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിലുണ്ട്. എവിടെ? തമിഴ്നാട്ടിൽ എന്താണ് അവിടെ പ്രധാനമായിട്ട് ആഘോഷിക്കുന്നത്? പൊങ്കലാണ്. ഏതാ? പൊങ്കലാണ്. തമിഴ്നാട്ടിലൊരു പ്രധാനപ്പെട്ട ആഘോഷം നമുക്ക് ഓണം പോലെയാണ് അവർക്ക് എന്തെന്ന് പറയപ്പെടുന്നത്? പൊങ്കൽ. ഓക്കെ ആണല്ലോ? അടുത്ത നമുക്ക് എന്താണ് ആന്ധ്രാപ്രദേശിൽ നോക്കാം. അതാണ് ആന്ധ്രാപ്രദേശ്. എല്ലാം ഒന്നും പറയുന്നില്ല. ആന്ധ്രാപ്രദേശ് അവിടുത്തെ പ്രധാനപ്പെട്ടതാണ് ഉഗഡി എന്ന് പറയപ്പെടുന്നത്. ഏതാ? ഉഗഡി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇല്ലയോ? അവിടുത്തെ പ്രധാനപ്പെട്ടതാണ് ഏതാ? ഗണേശ. ഏതാ? വിനായക അല്ലെങ്കിൽ ഗണേശ. വിനായക അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥിയാണ്. ഏതാ? ചതുർത്ഥി എന്ന് പറയും. ഓക്കെ ആണോ? ചിലപ്പോൾ വിനായക എന്ന് പറയാം, അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥി എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത നമുക്ക് നോക്കാം ആസാമിലെയാണ്. ഏതാ? ആസാമിലെ ആണ് ഏത്? ബിഹു. ഏതാ? ആസാമിലെ ഒരു ഉത്സവമാണ് എന്ന് പറയപ്പെടുന്നത്. ഏതാ? ബിഹു എന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഗുജറാത്തിലെയാണ് എന്ന് പറയപ്പെടുന്നത്. ഗുജറാത്തിലെയാണ് ഏതെന്ന് പറയപ്പെടുന്നത്? ഗുജറാത്തിലെയാണ് ഏതെന്ന് പറയപ്പെടുന്നത്? നവരാത്രി. ഏതാ? നവരാത്രി എന്ന് പറയപ്പെടുന്ന മഹോത്സവം. വേറെ സ്റ്റേറ്റുകളിലൊക്കെ നവരാത്രിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെച്ചോണം അത്. ഓക്കെ. പിന്നെ അടുത്ത നമുക്ക് പറയാം വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ അവിടെയാണ് ദുർഗാ പൂജ എന്ന് പറയപ്പെടുന്നത്. ഏതാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഓണം എവിടെയാണ് നമുക്കറിയാം. എവിടുത്തെയാണ്? കേരളമാണ്. ഓക്കെ. ഗണേശ ചതുർത്ഥി അല്ലെങ്കിൽ വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞ ഉഗഡിയൊക്കെ. ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പോൾ ആ മേഖല നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാവുന്നതാണ്, പരീക്ഷയ്ക്ക് കടന്നു വരാവുന്നതാണ് ചോദ്യം. 11ാമത്തെ ചോദ്യത്തിലേക്ക്. ഇൻ വിച്ച് റീജിയൻ ഓഫ് ഇന്ത്യ ഡിഡ് ദ ഇൻഡിഗോ റിബല്യൻ ടുക്ക് പ്ലേസ്? ഇൻഡിഗോ റിബല്യൻ, നീലം കലാപം എന്നാണ് മലയാളം. അത് എവിടെയാണ്, ഏത് സ്ഥലത്താണ് നടന്നത്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ബംഗാൾ, ഇല്ലയോ? നോക്കാം നമുക്ക്. ഇൻഡിഗോ റിബല്യൻ, നീലം കലാപം എന്നാണ്. നീലം കലാപം 1859 1860 കാലഘട്ടത്തിൽ നടന്നതാണ്. ഏത്? ഇൻഡിഗോ. നീലം കർഷകരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ നീലം ബ്രിട്ടീഷുകാരായിട്ടുള്ള ഉടമകളുടെയൊക്കെ, ഇല്ലയോ, തോട്ടം ഉടമകളുടെയൊക്കെ ചൂഷണമൊക്കെ കാരണം നീലം കർഷകരുടെ ദുരിതങ്ങളാണ് നീലം കലാപത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. ആ കലാപം നടന്നത് 1859-60 കാലഘട്ടത്തിലാണ് നടന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയപ്പെടുന്നത് ഏതാ? വിഷ്ണു വിശ്വാസ് എന്ന് പറയപ്പെടുന്നത്. ഏതാ? വിഷ്ണു എന്നാണ്. ഏതാ? വിഷ്ണു വിശ്വാസ്. ഇനി പറയണം ഏതൊക്കെയാണ്. ആൻഡ് എന്താണ്? ദിഗംബർ ബിശ്വാസ്. എഴുതിയേക്കുന്നതൊക്കെ ഉണ്ടോ? ബിശ്വാസ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എവിടെയാണ് വരേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങളുടെ വെച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്തത്. അപ്പോൾ ഇതിൻ്റെ നേതാക്കന്മാർ ലീഡേഴ്സ് ആയിരുന്നു ഇത്. ലീഡേഴ്സ് വിഷ്ണു വിശ്വാസും ദിഗംബർ വിശ്വാസും എന്ന് പറയപ്പെടും. ഓക്കെ, ഇനി ഈ കലാപത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ച ഒരു പത്രം ഉണ്ടായിരുന്നു, ഇല്ലയോ? ഈ പത്രത്തിൻ്റെ പേരെന്ന് ഓർത്ത് വേണം. ഏതാ? സപ്പോർട്ടിംഗ് എന്താണ്? സപ്പോർട്ടിംഗ് ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു പേട്രിയോട്ട് എന്ന് പറയപ്പെടുന്നതായിരുന്നു. ഏതാ? ഹിന്ദു പേട്രിയോട്ട് എന്ന് പറഞ്ഞ പത്രമാണ്. വിച്ച് ന്യൂസ് പേപ്പർ സപ്പോർട്ടഡ് ദ ഇൻഡിഗോ റിബല്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹിന്ദു പേട്രിയോട്ട് എന്ന് പറയപ്പെടുന്ന പത്രമാണ്. ഈ നീലം കർഷകരുടെ ദുരിതങ്ങൾ പറഞ്ഞ ഒരു നാടകമുണ്ടായിരുന്നു. നാടകം എന്നർത്ഥം, ഇല്ലയോ? അതിൻ്റെ പേരാണ് നീൽ ദർപ്പാൻ എന്ന് പറയപ്പെടുന്നത്. ഏതാ? നീൽ ദർപ്പാൻ എന്ന് പറയപ്പെടുന്ന നാടകം ഈ നീലം കർഷകരുടെ ദുരിതം പറഞ്ഞതാണ്. അത് എന്താണ്? ദീനബന്ധു മിത്രയുടെ ആണ് എന്ന് പറയപ്പെടുന്നത്. ഏതാ? ആ നാടകം. ഓക്കെ,
ഈ കലാപമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ നിയമിച്ചായിരുന്നു. ആ കമ്മിറ്റി 1860 ഇൻഡിഗോ കമ്മീഷൻ എന്ന് പറയപ്പെടുന്നത്. ഏതാ? ഇൻഡിഗോ കമ്മീഷനെ നിയമിച്ചത് 1860 അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? 1859 മുതൽ 60 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇൻഡിഗോ റിവോൾട്ട് നടന്ന അല്ലെങ്കിൽ റിബല്യൻ നടന്നത്. അതിന് പ്രധാനപ്പെട്ട നേതാക്കന്മാരത് വിഷ്ണു വിശ്വാസും ദിഗംബർ വിശ്വാസുമായിരുന്നു. ഓക്കെ, ഈ സംഭവത്തിന് അനുഭാവം പ്രകടിപ്പിച്ചൊരു പത്രം പറഞ്ഞായിരുന്നു ഹിന്ദു പേട്രിയോട്ട് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി 1860 എന്ത് ചെയ്തൊരു കമ്മീഷൻ നിയമിച്ചായിരുന്നു, ഇൻഡിഗോ കമ്മീഷൻ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറഞ്ഞു നീലം കർഷകരുടെ ദുരിതങ്ങൾ പറഞ്ഞൊരു നാടകമുണ്ട്, നീൽ ദർപ്പൻ എന്നാണ്. അത് ദീനബന്ധു മിത്രയുടെയാണ്. ചോദ്യത്തിലേക്ക് വന്നു, ഇതെവിടെയാണ് ഈ കലാപം നടന്നത് എന്നാണ്. എവിടെയാണ്? ബംഗാളിലാണ് നടന്നത്. എവിടെയാണ്? ബംഗാളിലാണ്. അതാണ്ട് വിശ്വാസ്, യഥാർത്ഥത്തിൽ വിശ്വാസ് എന്നാണ് എഴുതേണ്ടത്, ഇല്ലയോ? അപ്പം ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രവീന്ദ്രനാഥ ടാഗോർ എന്നാണ് എഴുതേണ്ടത്. പക്ഷേ എങ്ങനെയാണ് എഴുതേണ്ടത്? ഇത് എഴുതുന്നത് രവീന്ദ്ര എന്നാണ് നമ്മൾ എഴുതുന്നത്. കാര്യം ബംഗാളി ഭാഷയിൽ വ എന്ന് പറഞ്ഞ അക്ഷരമില്ല, പകരം ബ എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് ഇവിടെ വിശ്വാസ് എന്ന് പറയപ്പെടുന്നതൊക്കെ ശ്രദ്ധിച്ചോണം, ഇല്ലയോ? അടുത്ത ദിഗംബർ വിശ്വാസ് എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ചോണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ബംഗാളാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 12ാമത്തെ ചോദ്യത്തിലാണ്. പ്രൊക്ലമേഷൻ ഓഫ് ഡാഷ് ഈസ് എ ഫീച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. പ്രൊക്ലമേഷൻ ഓഫ് ഡാഷ് ഈസ് ദ ഫീച്ചർ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ഏത് പ്രൊക്ലമേഷനാണ്? ഒരു ചോദ്യം ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞ വാക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, ഈ സംഭവം, അതായത് ആൻസർ വരേണ്ടത് എന്താണോ അത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് അർത്ഥം. കടം കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൻസറിലേക്ക് വന്നതാണ്. ഫ്രം എവിടെ നിന്നാ? ജർമ്മനിയിൽ നിന്നാണ്. എവിടെ നിന്നാ? ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മളത് കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അത് കടം കൊണ്ടിരിക്കുന്നത്. അത് പ്രതിപാദിക്കുന്ന പാർട്ട്, ഭരണഘടനാ പാർട്ട് എന്ന് പറയപ്പെടുന്നത് ഏതാ? 18ലാണ്. ആകെ 25 പാർട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ആ 18ാമത്തെ പാർട്ടിൻ്റെ അകത്താണ് എന്ത് ചെയ്തേക്കുന്നത്? അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ആർട്ടിക്കിളുകൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 352 എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിളുണ്ട്, 356 എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിളുണ്ട്, 360 എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിളിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. പ്രൊക്ലമേഷൻ എന്നാണ് ചോദ്യത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് പ്രൊക്ലമേഷനാണ്? പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി. ഏതാ? എമർജൻസി, അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ ഫ്രം എവിടെ നിന്നാണ്? എമർജൻസി എന്ന് പറയപ്പെടുന്ന സംഭവം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്രം എവിടെ നിന്നാണ്? ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. വിച്ച് ഇൻക്ലൂഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ട് ഓഫ് 18ാമത്തെ പാർട്ടിലാണ് പറയണത്, ഇല്ലയോ? ആർട്ടിക്കിൾ 352, 356, 360 എന്ന് പറയപ്പെടുന്നത് ബിലോങ് ടു എമർജൻസി ഡിക്ലറേഷനാണ്. അപ്പോൾ 352 എന്ന് പറയപ്പെടുന്നത് നാഷണൽ എമർജൻസിയാണ്. 356 എന്ന് പറയപ്പെടുന്നത് ഏതാ? സ്റ്റേറ്റ് എമർജൻസിയെ പറ്റി, സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. 360 എന്ന് പറയപ്പെടുന്നത് ഫിനാൻഷ്യൽ അർത്ഥം, ഏതാ? എമർജൻസിയാണ്. നോട്ട് എൻഫോഴ്സ്ഡ്, ഏതാ? ഇത് ഇന്ത്യയിൽ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ലാത്ത അടിയന്തരാവസ്ഥയാണ്. ഏത്? ഫിനാൻഷ്യൽ അടിയന്തരാവസ്ഥ. അപ്പോൾ ഇന്ത്യയിൽ ഇതുവരെ നടപ്പിലാക്കാത്ത ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ആൻസർ 360 ഓർത്തിരിക്കണം. അപ്പോൾ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയപ്പെടുന്നത് ഇതുവരേക്കും 3 പ്രാവശ്യമാണ്, 3 ടൈംസിലാണ് ദേശീയ അടിയന്തരാവസ്ഥ 352 പ്രയോഗിച്ചത്. ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥയാണ്. 352 ഇന്ത്യയിൽ 3 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് 1962 ഒക്ടോബർ 26-നാണ്. 62 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് അത്? ഇൻഡോ ചൈന വാറാണ് റീസൺ. ഓക്കെ ആണല്ലോ?
അടുത്ത 1971 ഡിസംബർ 3 ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അവിടെ റീസൺ നമുക്കറിയാം 71 ഇൻഡോ പാക് വാറാണ്. ഏതാ? ഇൻഡോ പാകിസ്ഥാനുമായിട്ടുള്ള. പിന്നീട് 1975 ജൂൺ 25 അതെന്ന് പറയപ്പെടുന്നത് എന്താണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദ്, അലഹബാദ് ഹൈക്കോടതി റദ്ദ് ചെയ്തതിനെ തുടർന്ന് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഒരു കുപ്രസിദ്ധമായിട്ടുള്ള അടിയന്തരാവസ്ഥയാണ് എന്ന് പറയപ്പെടുന്ന, നൊട്ടോറിയസ് ആയിട്ടുള്ളതാണ്, കുപ്രസിദ്ധമായിട്ടുള്ള അടിയന്തരാവസ്ഥയാണ് 75 അടിയന്തരാവസ്ഥ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഈ അടിയന്തരാവസ്ഥ 3 അടിയന്തരാവസ്ഥ എന്ന് പറയപ്പെടുന്നത് നമുക്ക് നോക്കാം. അതിനൊരു കോഡ്, ആ സമയത്തെ പ്രസിഡന്റുമാർ ആരാണ്, വർഷം പറഞ്ഞു ഇല്ലയോ? KGF എന്നങ്ങ് പഠിച്ചാൽ മതി ഇല്ലയോ? KGF എന്ന് പറയുമ്പോൾ കെ എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ്റെ കെ ആണ് നമ്മൾ എടുത്തേക്കുന്നത്, കൃഷ്ണൻ്റെ കെ ആണ് എടുത്തേക്കുന്നത് ഇല്ലയോ? ജി എന്ന് പറയപ്പെടുന്നത് VV ഗിരി എന്നാണ് എടുത്തിരിക്കുന്നത്. F എന്ന് പറയപ്പെടുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അപ്പോൾ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രസിഡന്റ് ആരാണ്? രാധാകൃഷ്ണനാണ്. രണ്ടാമത്തത് പ്രഖ്യാപിക്കുന്ന സമയത്ത് VV ഗിരിയാണ്. മൂന്നാമത്തെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. KGF എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പം നമുക്കറിയാം പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്ന് പറയപ്പെടുന്നത് ഈസ് എ ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 12 ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ചീഫ് ഓഫ് എയർ സ്റ്റാഫ്? ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. നമുക്കന്നേരം നോക്കണം എന്തൊക്കെയാണ്. ആൻസർ രേഖപ്പെടുത്തിക്കോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രദീപ് വസന്ത് നായിക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വിവേക് റാം ചൗധരി, അരൂപ് രാഹ, ദെൻ വീരേന്ദ്ര സിംഗ് ധനോവ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു 4 പേരുകൾ പഠിക്കണം. ഓക്കെ, ആ 4 പേരുകൾ ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് പഠിക്കാം അലി ചൗഹാൻ എന്ന് പഠിക്കാം. ഏതാ? അലി ചൗഹാൻ. ഒന്നാമത്തെ പേരെന്ന് പഠിച്ചു, അലി ചൗഹാൻ. എന്താ? അലി ചൗഹാൻ. ഒന്നാമത്തെ പേര് അലി ചൗഹാൻ എന്നാണ്. രണ്ടാമത്തെ പേര് നമുക്ക് നോക്കാം, ഉപേന്ദ്ര. ഏതാ? ഉപേന്ദ്ര. ഉപേന്ദ്ര ദ്വിവേദി. ഏതാ? ദ്വിവേദി. ഉപേന്ദ്ര ദ്വിവേദി ആണ്, ദ്വിവേദി. അപ്പോൾ അലി ചൗഹാൻ എന്ന് പറയപ്പെടുന്ന ഒരു പേര് പഠിച്ചു. അതിന് ഓർഡർ തന്നെ പഠിക്കണം. അലി ചൗഹാൻ എന്ന് പറയുന്ന പേര് പഠിച്ചു. ഉപേന്ദ്ര ദ്വിവേദി എന്ന് പഠിച്ചു. മൂന്നാമത്തെ പേര് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ പേര് പഠിക്കുകയാണ്. അതാണ് ഏത്? ദെൻ അമർ അമർ പ്രീത് സിംഗ് എന്ന് പഠിച്ചു. അമർ പ്രീത് സിംഗ് എന്ന് പറയും. ഓക്കെ, നാലാമത്തെ പേരാണ് ദിനേഷ് കുമാർ ത്രിപാഠി എന്നും പഠിച്ചു. ഏതാ? ത്രിപാഠി. ഈ 4 പേര് പഠിച്ചു. ഓക്കെ ആണല്ലോ? ഏതൊക്കെ പറഞ്ഞേക്കുന്നത്? അലി ചൗഹാൻ എന്ന് നമ്മൾ പഠിച്ചു. അലി ചൗഹാൻ, അതവിടെ കിടന്നോട്ടെന്ന് നോക്കണം. ഒന്നാമത്തെ പേര് അലി ചൗഹാനാണ്. ഇനി അടുത്ത ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഉപേന്ദ്ര ദ്വിവേദിയാണ്, ദ്വിവേദി ഇല്ലയോ? ഇനി അടുത്തൊക്കെ അമർ പ്രീത് സിംഗ് ആണ്. അടുത്ത ദിനേഷ് കുമാർ ത്രിപാഠിയാണ്. അപ്പോൾ അലി ചൗഹാൻ എന്നൊരു പേര് നമ്മൾ ഒറ്റപ്പെട്ടങ്ങോട്ട് മാറ്റി പഠിച്ചു വെക്കുക. പിന്നെ ഉപേന്ദ്ര ദ്വിവേദിയുടെ D എടുക്കണം. അത് കണക്കാന് അമർ പ്രതാപ് സിംഗിൻ്റെ A എടുക്കണം. ദിനേഷ് കുമാർ ത്രിപാഠി D എടുക്കണം. ഡാഡ് എന്ന് ഒന്ന് പഠിക്കണം. ഡാഡി എന്ന് നമ്മൾ ചുരുക്കി ഡാഡെന്ന് പറയും ഇല്ലയോ? അലി ചൗഹാനാണ് ആര്? ഡാഡി എന്ന് ഓർത്താൽ ഡാഡ്. ഓക്കെ ആണല്ലോ? റെഡിയായി. അപ്പം നമുക്കിതിന് കൊടുക്കാം ഒരു അടുത്ത ബി പാർട്ട് ഹെഡിങ്ങുകൾ കൊടുക്കാം എന്ന് പറയപ്പെടുന്നത്. ഏതാ? ഇത് ആർമിയാണ് ഇല്ലയോ? ഇത് എയർഫോഴ്സ് ആണ്. ഇത് അത് നേവിയാണ്. ആർമി എയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർമി എയിൻ ജോഡ് 15-8-4 ഇല്ലയോ? 15-8 4 ജോഡെന്നാണ് പഠിച്ചിട്ടുള്ളത്. ജോഡ് ഇല്ലയോ? ഇതിൻ്റെ ഡേ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഓർഡറിലേ പഠിക്കാവുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ആർമി തലവനാണ് ആരെന്ന് പറയപ്പെടുന്നത്. ഏതാ? ആർമിയുടെ ഉപേന്ദ്ര ദ്വിവേദിയാണ് ആർമിയുടെ. ഇനി എയർഫോഴ്സിന് നോക്കിയാൽ അമർ പ്രീത് സിംഗ് ആണ്. നേവിയുടെ വെച്ചാൽ ദിനേഷ് കുമാർ ത്രിപാഠിയാണ്. ഓക്കെ ആണല്ലോ? അലി എന്ന് പറഞ്ഞാൽ ഈ 3 സൈന്യത്തിൻ്റെയും ഇല്ലയോ ചീഫ് ഓഫ്
ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയപ്പെടുന്ന ഒരു പദവിയുണ്ട്. ചീഫ് ഓഫ് എന്താണ് ഡിഫൻസ് സ്റ്റാഫ്സ്. അപ്പോൾ ഇത് മൂന്നെണ്ണത്തിൻ്റെയും കൂടി ഒരു തലവനാണ് എന്ന് പറയപ്പെടുന്നത് അലി ചൗഹാൻ. ഇതിൻ്റെ മേളിൽ ആരുണ്ട്? ഇന്ത്യൻ പ്രസിഡന്റ്, സുപ്രീം കമാൻഡ് ഓഫ് ദി ചീഫ് ഓഫ് ദി ആർമഡ് ഫോഴ്സസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കേ, ഇതിൻ്റെ അകത്ത് എന്തില്ല, നമുക്കിവിടെ ചോദ്യത്തിൻ്റെ അകത്ത് ആ ആൻസർ എന്താണ് വന്നിട്ടില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതിന് മുമ്പേ ഉണ്ടായിരുന്ന ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അമർപ്രീത് സിംഗ് ആണ്. ആരാ? അമർപ്രീത് സിംഗ് ആണ് ഇപ്പോഴത്തെ. അപ്പോൾ ചോദ്യത്തിനകത്ത് മാറ്റമുണ്ട്. ഇത് 2024 ചേർത്താണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ ആരാണ് പഠിക്കുന്നത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? അമർപ്രീത് സിംഗ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? നേരത്തെ വിവേക് റാം ചൗധരിയോ മറ്റോ അങ്ങാണ്ടായിരുന്നു. അതിലേക്ക് തുടർന്നാണ് അമർപ്രീത് സിംഗ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 2024 ചോദ്യം അതേ കണക്ക് എടുത്തിട്ടിരിക്കുകയാണ്. 24 ഇനി ചോദിക്കത്തില്ല, ഇത് 26 ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചിരിക്കുക, അമർപ്രീത് സിംഗ്. ഇങ്ങനെ തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? അലി ഡാഡ് എന്ന് പഠിച്ചാൽ മതി. അലി ഡാഡ്. ഓക്കെ ആണ്. ഡി എന്ന് പറയപ്പെടുന്ന ദ്വിവേദിയാണ്. എ എന്ന് പറഞ്ഞാൽ അമർ പ്രതാപ്, ഡി എന്ന് പറയപ്പെടുന്നത് ദിനേഷ് കുമാർ. ഇങ്ങനെ ചെറുതായിട്ടൊരു കോഡ് മാത്രം കയ്യിരുന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് വരുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും ഇന്ന പേരാണെന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ ഇല്ല. അത് 2024 ആൻസർ. അതാണ്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ 2026 കണക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പഠിക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, വേസക് എന്ന് പറയപ്പെടുന്നത് ഒരു ഡേ ആണ് ഓഫ് ദ ഫുൾ മൂൺ ഇൻ ദ മന്ത് ഓഫ് മെയ്. ഓക്കെ, അതായത് ഒരു മെയ് മാസത്തിലെ ഫുൾ മൂൺ എന്ന് പറയപ്പെടുന്ന ഒരു ഡേ ആണ് ഏത്? വേസക് എന്ന് പറയപ്പെടുന്നത്. ഇത് ഏതോ ഒരു മതം വിശുദ്ധ ദിനമായിട്ട് പുണ്യദിനമായിട്ട് ആചരിക്കുന്നതാണ്. അത് ഏത് മതത്തിനാണെന്നാണ് ചോദ്യം. ഹിന്ദുസിനാണോ, ജെയിൻസിനാണോ, ബുദ്ധിസ്റ്റിനാണോ, ജൂതന്മാർക്കാണോ? ആർക്കാണ്? 3 സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇല്ലയോ? 3 സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഒന്നെന്ന് പറയപ്പെടുന്ന സംഭവം, ഒന്നാമത്തെ എന്ന് പറയപ്പെടുന്ന സംഭവത്തിന് ഇല്ലയോ ലുംബിനിയുമായി ബന്ധമുണ്ട്. രണ്ടാമത്തെ സംഭവത്തിന് ഡീർ പാർക്കുമായിട്ട് ബന്ധമുണ്ട്. ഇല്ലയോ? മൂന്നാമത്തെന്ന് പറയുന്നത് എവിടെയാണ്? കുശിനഗര. ഏതാ? കുശിനഗര എന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഉത്തരം പറഞ്ഞു. വേസക് എന്ന് പറയപ്പെടുന്ന ആ ദിവസം ഫുൾ മൂൺ ഡേ ആണ്. അത് ഈ 3 സംഭവങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്ന് എന്ന് കണക്കാക്കുന്ന ഒരു ദിവസമായിട്ടാണ് ആര് വിശ്വസിക്കുന്നത്? ആരാ? ലുംബിനി എന്ന് പറയപ്പെടുന്നത് നേപ്പാളിലാണ്. അത് ബുദ്ധൻ്റെ ജന്മസ്ഥലമാണ്. ഇല്ല, ഡീർ പാർക്ക് എന്ന് പറയപ്പെടുന്ന ബുദ്ധൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സ്പീച്ചാണ്. അടുത്ത കുശിനഗരം അദ്ദേഹത്തിൻ്റെ മരണസ്ഥലമാണ്. ഈ 3, അതായത് പരിനിർവാണം എന്ന് ഇത് പറയും. ഇതെന്ന് പറയപ്പെടുന്നത് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയപ്പെടും. ഇതെന്ന് പറയപ്പെടുന്നത് ബർത്ത് എന്ന് പറയും. ഇങ്ങനെ 3 സംഭവങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ദിവസമായിട്ട് ആചരിക്കുന്നത്, സേക്രഡായിട്ട് കണക്കാക്കുന്നത് ആരുടെയാണ്? ബുദ്ധിസ്റ്റുകളുടെയാണ്. ആരാ? ബുദ്ധിസ്റ്റുകളുടെയാണ്. ഓക്കെ, യെസ്. 15ാമത്തത്, ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് റാണിഘട്ട് ഹിൽ സ്റ്റേഷൻ ലൊക്കേറ്റഡ്? ഇല്ലയോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ജോഗ്രഫിക്കകത്ത്. ഇല്ലയോ? ഹിൽ സ്റ്റേഷൻ സുഖവാസ കേന്ദ്രങ്ങൾക്കും മറ്റും സുഖവാസ കേന്ദ്രങ്ങൾക്കും അതുപോലെ ഏതിനും പ്രശസ്തമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാലി താഴ്വരകൾക്കും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഹിമാചൽ എന്ന് പറഞ്ഞു. ഹിമാചൽ പ്രദേശമല്ല, ഹിമാലയത്തിൻ്റെ 3 ഭാഗം, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറഞ്ഞിടത്തെ ഹിമാചൽ എന്ന് പറയപ്പെടുന്നതാണ് സുഖവാസ കേന്ദ്രങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ടത്. ഇല്ലയോ? അപ്പോൾ നമുക്ക് നോക്കാം. ഡെറാഡൂൺ എന്ന് പറയപ്പെടുന്നത് ഏതാ? ഡെറാഡൂൺ എന്ന് പറയപ്പെടുന്നത് ഒരു സുഖവാസ കേന്ദ്രമാണ്. ഇല്ലയോ? അടുത്ത മുസൗറി എന്ന് പറയപ്പെടുന്നത് ഏതാ? മുസൗറി എന്ന് പറയപ്പെടുന്നത് ഒരു സുഖവാസ കേന്ദ്രമാണ്. ഇല്ലയോ? നൈനിറ്റാൾ എന്ന് പറയപ്പെടുന്നത്, നൈനിറ്റാൾ ഒരു സുഖവാസമാണ്. റാണിഘട്ട് എന്ന് പറയപ്പെടുന്ന ഒരു സുഖവാസമാണ്. ഇല്ലയോ? അൽമോറ എന്ന് പറയപ്പെടുന്നത് ഒരു സുഖവാസ കേന്ദ്രമാണ്. അടുത്ത ബദ്രിനാഥ് എന്ന് പറയപ്പെടുന്നത് ഒരു സുഖവാസ കേന്ദ്രമാണ്. ഇത് ഇത്രയും എവിടുത്തെ സുഖവാസ കേന്ദ്രങ്ങളാണ്? അത് ഇത്രയും ഉത്തരാഖണ്ഡിലെ സുഖവാസ കേന്ദ്രങ്ങളാണ്. എവിടത്തെയാണ്? ഉത്തരാഖണ്ഡിലെ സുഖവാസ കേന്ദ്രങ്ങളാണ്. ഇല്ലയോ?
പിന്നെ അതുപോലെ എന്തോ ഉണ്ട്, ദെൻ ഡാർജിലിംഗ് ഉണ്ട്, വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ഉണ്ട്, അരുണാചൽ പ്രദേശിലെ തവാങ് എന്ന് പറയപ്പെടുന്ന സ്ഥലമുണ്ട് ഇല്ലയോ. അത് കണക്ക് തന്നെ എന്താണ് ജമ്മു കാശ്മീരിലെ സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം ഹിമാചൽ പ്രദേശിലെ ഉണ്ടായിരുന്നു. ഏതാ നമ്മുടെ ഡൽഹൌസി എന്ന് പറയപ്പെടുന്ന ധർമ്മശാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ പ്രദേശിലാണ് എന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഹിമാചൽ പ്രദേശ് സുഖവാസ കേന്ദ്രങ്ങളും സ്റ്റേറ്റുകളും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത് ഇത്രയും എവിടത്തെയാണ്? ഉത്തരാഖണ്ഡിലെയാണ്. അപ്പോൾ ആൻസർ റാണിഘട്ട് എന്ന് അവിടെ വന്നിട്ടുണ്ട്. റാണിഘട്ട് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 18ാമത് G20 എന്ന് പറയപ്പെടുന്നത്, G20 മീൻസ് ഗ്രൂപ്പ് 20 എന്നാണ്. സബ്മിറ്റ് എവിടെയാണ് നടന്നത്? സബ്മിറ്റ് ദെൻ വാസ് സക്സസ്ഫുള്ളി കണ്ടക്റ്റഡ് അറ്റ് ഡാഷ് ബിറ്റ്വീൻ 9/10/2023 സെപ്റ്റംബർ. അപ്പോൾ 2023 ചോദിച്ചിരിക്കുകയാണ് ഏത്? G20 എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. ഏകദേശം 20-21ഓളം രാഷ്ട്രങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. G20 എന്താണ് ഉണ്ട് എന്നർത്ഥം. G20യുടെ 18ാമത്തെ 2023 നടന്നത് G20യുടെ 18ാമത്തെ സമ്മേളനമാണ്. അത് അവിടെയാണ് നടന്നത് എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ബാലി എന്ന് പഠിക്കണം. ബാലി എന്ന് പഠിക്കണം. എവിടെയാണ് ബാലി എന്ന് പറയപ്പെടുന്നത്? ഓർക്കാൻ നമുക്ക് ഇന്തോനേഷ്യയാണ്. അതാണ് തന്നെ ന്യൂഡൽഹി എന്ന് നമ്മൾ അടുത്ത പഠിക്കണം. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ബാലിയാണ്. രണ്ടാമത്തത് എന്താണ്? ന്യൂഡൽഹിയാണ്. ഒന്നാമത്തത് ബാലിയാണ്, രണ്ടാമത്തത് ന്യൂഡൽഹിയാണ്. അടുത്ത റിയോ ഡി ജനീറോ എന്നാണ്. റിയോ ഡി ജനീറോ എന്ന് പറയപ്പെടുന്നത് ബ്രസീലാണ്, നമുക്കറിയാം ഇല്ലയോ. അപ്പോൾ എന്താണ്? ബാലി പഠിച്ചു, ന്യൂഡൽഹി പഠിച്ചു, റിയോ ഡി ജനീറോ പഠിച്ചു. അടുത്ത ജോഹന്നാസ്ബർഗ്, നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിലാണ് ജോഹന്നാസ്ബർഗ് എന്ന് പറയപ്പെടുന്നത്. അടുത്ത് മിയാമി എന്ന് പറയപ്പെടുന്നത്, ഇത്ര സ്ഥലങ്ങളിൽ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചേ ഇല്ലയോ. അപ്പോൾ ഇത് ഇത്രയും എന്താണ്? G20 ആണ്. ഏതാ? G20 ആണെന്നർത്ഥം. G20 രാഷ്ട്രങ്ങളുടെ സമ്മേളനങ്ങൾ നടന്ന സ്ഥലമാണ്. ഓക്കെ. 2022 നടന്ന സ്ഥലം, 2023 നടന്ന സ്ഥലം, 2024 നടന്ന സ്ഥലം, 2025 നടന്ന സ്ഥലം, 2026 നടക്കുന്ന സ്ഥലം. ഓക്കെ ആണല്ലോ. ബാലി എന്ന് പറയപ്പെടുന്ന 2022 G20 നടന്നത് എവിടെയാണ്? അത് ബാലിയിലാണ്, അത് ഇന്തോനേഷ്യയാണ്. 2023 നടന്നത് ന്യൂഡൽഹിയിലാണ്. 18ാമത് നടന്നത് 23 ആണെന്നർത്ഥം. അപ്പോൾ ചോദിച്ചേക്കുന്നത് ന്യൂഡൽഹിയാണ്. ആൻസർ ന്യൂഡൽഹിയാണ്. ഓക്കെ ആണല്ലോ. 23 20. അപ്പോൾ 18ാമത് ഇതന്നേരം എത്ര? 17ാമത്തതാണ്. ഇത് 18ാമത്തതാണ്. ഇത് 19ാമത്തതാണ്. ഇത് 20ാമത്തതാണ്. 21ാമത്തതാണ് എന്നർത്ഥം. മനസ്സിലായോ? റെഡിയായോ? ഇനി അടുത്ത 24 നടന്നത് റിയോ ഡി ജനീറോ ബ്രസീലാണ്. അടുത്ത 2025 ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്കയിലാണ്. 2026 മിയാമിയിലാണ്. അത് അമേരിക്കയിലാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ പഠിക്കുക. ബാലി, ന്യൂഡൽഹി, റിയോ ഡി ജനീറോ, ജോഹന്നാസ്ബർഗ്, അത് കണക്ക് തന്നെ മിയാമി എന്ന് പറയപ്പെടുക. ഓക്കെ, യെസ്, റെഡിയായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആൻസർ ന്യൂഡൽഹിയാണ്. 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 2022 സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് എ ന്യൂ സെൻട്രലി സ്പോൺസേഡ് സ്കീം. ആ സ്കീമിൻ്റെ പേരെന്ന് പറയപ്പെടുന്നത് PM ശ്രീ സ്കൂൾസ് എന്നാണ് പേര്. ഫോർ പ്രപ്പോസ്ഡ് ഡ്യൂറേഷൻ, കാലഘട്ടം പറഞ്ഞു 2022-23 കാലഘട്ടത്തിൽ നിന്ന് 26-27 കാലഘട്ടമാണ് നടപ്പിലാക്കുന്നത് ഇല്ലയോ. തുടങ്ങിക്കഴിഞ്ഞു. 26-27 കാലഘട്ടത്തിലാണ് അതിൻ്റെ ആ എക്സ്റ്റൻഷൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ. വാട്ട് ഡസ് PM ശ്രീ എന്ന് പറയപ്പെടുന്ന സ്റ്റാൻഡ് ഫോർ? ഈ PM ശ്രീ എന്ന് പറയപ്പെടുന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ. ഈ ചോദ്യത്തിനകത്ത് തന്നെ സ്കൂൾ എന്ന് പറയപ്പെടുന്ന ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. സ്കൂളെന്ന് പറഞ്ഞ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഇല്ലയോ. അപ്പോൾ PM ശ്രീ എന്ന് പറയപ്പെടുന്ന സ്കൂളിലാണ്. PM എന്നാണ് സ്കൂൾ ഫോർ റേസിംഗ് ഇൻഫർമേഷൻ ഉണ്ട് ഇല്ലയോ. അതാണൊക്കെ PM സ്കൂൾ ഫോർ റേസിംഗ് ഇന്ത്യ ഉണ്ട്. PM സ്കൂൾ ഫോർ റേസിംഗ് IT ഉണ്ട്. അതാണൊക്കെ റേസിംഗ് ഇന്ത്യ ഉണ്ട് ഇല്ലയോ. അപ്പോൾ ഇവിടെ നോക്കെ PM സ്കൂൾ റേസിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ വന്നിരിക്കുന്നു ഇല്ലയോ. റേസിംഗ് സ്പെല്ലിങ്ങിൻ്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഇത് റേസിംഗ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റേസിംഗ് ഇന്ത്യ ആണ്. ഏതാ? റേസിംഗ് ഇന്ത്യ. ആൻസർ PM സ്കൂൾ ഫോർ റേസിംഗ് ഇന്ത്യ എന്നാണ്. ഓക്കെ, യെസ്. 18ാമത്തത്
വിച്ച് ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റോട്ട് ദ ബുക്ക് വിങ്സ് ഓഫ് ഫയർ? പറയേണ്ട കാര്യമില്ല. വിങ്സ് ഓഫ് ഫയർ എന്ന് പറയപ്പെടുന്നത് നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു. ആ ഓട്ടോബയോഗ്രഫി 3-4 പേരുടെ പറഞ്ഞപ്പോൾ അവിടെ ആരുടെ വന്നിട്ടുണ്ടായിരുന്നു? APJയുടെ വന്നിട്ടുണ്ടായിരുന്നു. APJ ആണ് എന്ന് പറയപ്പെടുന്നത് ആൻസർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതപ്പുറത്ത് നമ്മൾ കുറച്ച് ഫാക്ട്സ് പറഞ്ഞായിരുന്നു. 19ാമത്തെ ചോദ്യം. ആസ് പെർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് അയൺ ഓർ എന്ന് പറയപ്പെടുന്നതാണ്? ഓക്കെ, സ്റ്റേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേറ്റാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം ഏതാണെന്ന്. വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആസാം, ഇങ്ങനെ ഇത്രയും സ്റ്റേറ്റുകളുണ്ട്. ഓക്കെ, അയൺ ഓർ ഇരുമ്പ് അയിരെന്നാണ് അവിടുത്തെ ഇരുമ്പ് അയിര്. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ഒന്നാമത്തെ ഉത്തരം ഒഡീഷയാണ്. രണ്ടാമത്തെ ഉത്തരം കർണാടകയാണ്. ഏതാ? കർണാടക. മൂന്നാമത്തെ എന്താണ്? ദെൻ ബൈലാദിലയാണ്. ഏതാ? ബൈലാദില. ഓക്കെ ആണല്ലോ. മൂന്നാമത്തത് എന്താണെന്ന് അർത്ഥം? ബൈലാദിലയാണ്. ബൈലാദില. ഓക്കെ, അടുത്തത് എന്താണ്? ജപ്പാൻ. ഏതാ? ജപ്പാൻ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്ന അയൺ ഓർ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയാണ്. സെക്കൻഡാണ്, രണ്ടാമത്തെ സ്ഥാനമാണ് കർണാടകയ്ക്കുള്ളത്. ബൈലാദില എന്ന് പറയപ്പെടുന്നത് ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള എന്താണ് അയൺ ഓർ എന്താണ് മൈൻ ആണ് ബൈലാദില എന്ന് പറയപ്പെടുന്നത്. ജപ്പാനാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ അയൺ ഓർ എന്താണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇറക്കുമതി ചെയ്യുന്ന രാജ്യം, അല്ലെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഏത് രാജ്യത്തിലേക്കാണെന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. ഏതാ? ജപ്പാനാണ്. ജപ്പാൻ. ഓക്കെ, ജപ്പാൻ. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? ഒഡീഷയാണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി 2020 വീണ്ടും സെൻസസ് എന്ന് പറയപ്പെടുന്ന ചോദ്യം കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് പല ചോദ്യത്തിൽ നിന്നും നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ചോദ്യങ്ങളും മിക്ക ചോദ്യങ്ങളും 23 ഇപ്പോൾ 2011 തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ പല ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചെടുക്കുമ്പോൾ ആ സെൻസസിൻ്റെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അതൊക്കെ നമ്മളുടെ എന്താണ് ലൈവ് ക്ലാസ്സുകളിൽ കൊണ്ടുവരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ മേഖല ഒരു സ്ഥിരം ചോദ്യമാണെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഹയസ്റ്റ് സെക്സ് റേഷ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു കർണാടക, കേരള, ആന്ധ്രാപ്രദേശ്, എന്താണ് ഒഡീഷ. ഇല്ലയോ? കേരളമാണ് എന്ന് പറയപ്പെടുന്ന ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ്. എന്നാൽ ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഏതാ? അത് അരുണാചൽ പ്രദേശാണ്. ഏതാ? അരുണാചൽ പ്രദേശാണ്. കുറവ് ഹരിയാനയാണ്. ഇവിടെയും കുറവ് ഹരിയാനയാണെന്ന് പഠിക്കുകയുണ്ടായി. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ നിങ്ങൾ കുറേയൊക്കെ ആൻസറുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളുടെ എണ്ണം കൂടി വരുന്നതും അതിനൊരു ഫാക്റ്റ് ഉണ്ട്. കാര്യം നിങ്ങൾക്ക് അത്രയും ക്ലാസ്സുകൾ കിട്ടിയ ഫാക്റ്റുകളുടെ മേഖലകൾ റിപ്പീറ്റ് ചെയ്ത് വേറെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ മേഖല നമ്മൾ പഠിപ്പിച്ചതിൻ്റെ പേരിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ക്ലാസ്സുകളിൽ നിന്നും. പിന്നെ കുറേ നിങ്ങളല്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിൻ്റെയൊക്കെ ഗുണമുണ്ട്. ഇപ്പോൾ വീണ്ടും ഇതെല്ലാം പഠിച്ചു നമ്മുടെ ക്ലാസ്സുകൾ പറയുന്ന ഫാക്ട്സും പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഞങ്ങളെക്കാൾ അഡ്വാൻസ് ആയിട്ട് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചാൽ വരാൻ പോകുന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മുതൽക്കോട്ടായിരിക്കും. ആൻസർ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ലൈവ് ക്ലാസ്സുകളിൽ. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ചെറിയൊരു ബ്രേക്കാണ്. താങ്ക് യു.